പ്രോബബ്ലി എൻ്റെ വീഡിയോസ് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടുള്ളവരായിരിക്കും. എനിക്ക് വന്ന് കുറച്ച് പേരെങ്കിലും ഒക്കെ 21 ഡേയ്സ് മാനിഫെസ്റ്റേഷൻ ക്ലബിൻ്റെ റെക്കോർഡഡ് വെർഷൻ പർച്ചേസ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവാം. യാ യെസ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു ഈ പ്രോഗ്രാമിലേക്ക്. എനിക്ക് തോന്നുന്നു ഞാൻ അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. കാരണം നിങ്ങളിങ്ങനെ ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈഫിൽ ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ്. അതിന് വളരെ പ്രയോറിറ്റി കൊടുക്കുന്നതുകൊണ്ടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും തന്നെ എൻ്റെ വീഡിയോസ് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കുറച്ച് പേരെങ്കിലും ഒക്കെ 21 ഡേയ്സ് മാനിഫെസ്റ്റേഷൻ ക്ലബിൻ്റെ റെക്കോർഡഡ് വെർഷൻസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് കണ്ടിട്ടുള്ള ആൾക്കാരായിരിക്കും. അതുപോലെ 21 ഡേയ്സ് മാനിഫെസ്റ്റേഷൻ ക്ലബ്ബ് ലൈവ് ഓൾറെഡി അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് എൻ്റെ റെക്കോർഡഡ് വെർഷൻ എടുത്തിട്ടുള്ള ഒരു യെസ് ടൈപ്പ് ചെയ്യാം. എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമ്മളൊരു ഇൻട്രാക്റ്റീവ് സെഷനാണ്. കാരണം ഒന്ന് ഇൻട്രാക്ഷൻ ചെയ്താലാണ് ഈ സെഷനെ നമുക്കൊന്ന് എല്ലാവർക്കും ഒന്ന് പ്രയോജനകരാക്കാൻ പറ്റുള്ളൂ. യാ ഓക്കെ. കുറേ ആളുകൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. യെസ് യെസ് യെസ്. ഓക്കെ, എല്ലാവരും തന്നെ 21 ഡേയ്സിൻ്റെ റെക്കോർഡഡ് വെർഷൻ പർച്ചേസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ. യാ ഓക്കെ. ഓക്കെ. എല്ലാവരും പർച്ചേസ് ചെയ്തിട്ടുള്ള അല്ലേ? കൊള്ളാം. ഓക്കെ ഓക്കെ. റൈറ്റ്. യെസ്. ഹായ്, വിനയ് കൃഷ്ണൻ സംസാരിക്കാൻ ഹായ് പറ്റുമോ? സർ. ഹായ് സർ. പിന്നെ ആ, അല്ല. വിനയ് കൃഷ്ണൻ ഓൾറെഡി 21 ഡേയ്സിൻ്റെ നമ്മുടെ റെക്കോർഡ് വെർഷൻ പർച്ചേസ് ചെയ്തിട്ടുള്ള ആളാണല്ലേ? അതെ ഞാൻ ഉം, പക്ഷെ ഒരു വർഷമായി. ഉം, ഉം, എനിക്ക് പിന്നെ ഒരു ഗ്യാപ്പ് വന്നു ഇത് ഉം, പ്രാക്ടീസ് ചെയ്യുന്നതിൽ. ഉം, ഉം, കുറച്ച് തിരക്കിലായിപ്പോയി. കുറച്ച് ഷൂട്ടിംഗ് ഓക്കെ പരിപാടികളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിപ്പോയി. ഓക്കെ ഓക്കെ. റൈറ്റ്. എന്താണ് വിനയ് കൃഷ്ണൻ എന്ത് ചെയ്യുന്നു? ഞാൻ ആർട്ട് ഫിലിം ഡയറക്ടറാണ്. ഓക്കെ ഫിലിം മേക്കിംഗ് ആണ്, ഓക്കെ. വീഡിയോ വെരി ഗുഡ് പ്രൊഡക്ഷൻ വെരി ആണ്. ഗുഡ്. എവിടെയാണ് ബേസ്? കൊച്ചി ബേസ്ഡ്. കൊച്ചിയിലാണ്. ഓക്കെ. റൈറ്റ്. അപ്പോൾ നമുക്ക് വിശദമായിട്ട് പിന്നെ പരിചയപ്പെടാം. പിന്നെ ഞാനും തീർച്ചയായും. കൊച്ചിയിലാണ്. ഫൈൻ. ഓക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാവരെയും ഒന്ന് അറിയാമെന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ സീരിയസ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ലൈഫിനെ കുറിച്ച്. വളരെ സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. അപ്പം ഞാൻ കൂടുതലും ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ ലൈഫിൻ്റെ പല ഏരിയയിൽ ആളുകൾക്ക് മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് എല്ലാവരും. അതിനകത്ത് ഒന്നാം സ്ഥാനമെന്ന് പറയുന്നത് സമ്പത്ത് തന്നെയാണ്. അതായത് സാമ്പത്തികം തന്നെയാണ്. ഈ സാമ്പത്തികമാണ് പ്രാഥമികമായിട്ടും എല്ലാവർക്കും മാറേണ്ട ഒരു ഏരിയ എന്ന് എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ പിന്നാലെ റിലേഷൻഷിപ്പ് മറ്റൊരു പ്രശ്നമാണ്. ചിലപ്പോൾ പക്ഷെ സമ്പത്തിന് പ്രശ്നമൊന്നും കാണില്ല, പക്ഷേ റിലേഷൻഷിപ്പ് നന്നായി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടാവാം. പിന്നെയാണ് കരിയർ ബിസിനസ് എന്ന് പറയുന്ന മറ്റൊരു ലൈഫിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഡെവലപ്പ് ചെയ്യേണ്ട ആൾക്കാർ, അതുപോലെ തന്നെ നമ്മുടെ ഒരു സ്പിരിച്വൽ ലെവലിലും നമ്മൾ ആഗ്രഹിക്കുന്ന മാറ്റം വരാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ അറിയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ വർഷങ്ങളായിട്ട് ഒരു പക്ഷേ നിങ്ങളൊക്കെ ജീവിതത്തിൽ മാറ്റം വരണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ എന്തായിരിക്കും നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ വർഷമായിട്ട് ആഗ്രഹിച്ചിട്ട് നടക്കാത്ത ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് ജീവിതത്തിൽ മാറ്റം വരണം എന്ന് ആഗ്രഹിച്ചു, പക്ഷെ ആ മാറ്റം ഇതുവരെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല.
അപ്പോൾ അതുപോലെ തന്നെ ഈ മാറ്റത്തിന് നിങ്ങൾ എത്ര വർഷമായിട്ട് ശ്രമിക്കുന്നുണ്ടാവും? 5 വർഷമാണോ, 3 വർഷമാണോ, 2 വർഷമാണോ? അത് ചിലപ്പോൾ സാമ്പത്തികമായിരിക്കാം, കൂടുതലായിട്ട് പറഞ്ഞാൽ. കാര്യം സാമ്പത്തികം മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പോൾ വർഷങ്ങളായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം. അപ്പോൾ ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ധാരാളം സമ്പത്ത് വന്നിട്ടും ഉണ്ടാവാം, ക്യാഷ് ഫ്ലോ നന്നായിട്ട് വന്നിട്ടുണ്ടാവും. പക്ഷെ സമ്പത്ത് നിങ്ങളുടെ കയ്യിൽ നിൽക്കാത്ത ഒരവസ്ഥയായിരിക്കും ചിലപ്പോൾ വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു റിപ്പീറ്റഡ് പാറ്റേൺ ചിലപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. കാരണം ചിലപ്പോൾ സമ്പത്ത് വരുന്നു, നമ്മളിലേക്ക് വരുന്നു, പിന്നീട് വീണ്ടും ആ പഴയതുപോലെ ആ സമ്പത്ത് നമുക്ക് നമ്മളിൽ നിന്ന് കുറയുന്നു, വീണ്ടും നമ്മൾ പിന്നെ സ്ട്രഗിൾ ചെയ്യുന്നു. ഈ ഒരു പാറ്റേൺ ചിലപ്പോൾ ഒരു പക്ഷേ അനുഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ നമ്മുടെ ഇത്തരം, അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലും ചിലപ്പം ഇത്തരം പാറ്റേൺ അനുഭവിച്ചിട്ടുണ്ടാവാം. കാരണം നമുക്കൊരു നല്ലൊരു റിലേഷൻഷിപ്പിലായിരിക്കാം, നമുക്ക് നന്നായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ ചിലപ്പോൾ ആ റിലേഷൻഷിപ്പ് വീണ്ടും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ടോക്സിക് ആവുന്നു, വീണ്ടും അടുത്ത റിലേഷൻഷിപ്പ് വരുമ്പോഴത്തേക്ക് വീണ്ടും അതുപോലെ തന്നെ ഒരു ടോക്സിസിറ്റി നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നുണ്ട്. ഇനി അതേപോലെ നമ്മുടെ ജോലിയിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ഒക്കെ നിങ്ങൾ ഒരേപോലെയുള്ള പാറ്റേൺസ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചിലപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. അപ്പം അങ്ങനെ നിങ്ങൾ അങ്ങനത്തെ അത്തരം പാറ്റേൺസ് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പി എന്നൊന്ന് ടൈപ്പ് ചെയ്യാം. ശരിക്കും അത്തരം പാറ്റേൺസ് ഇപ്പോൾ സമ്പത്തിൻ്റെ ഏരിയയിലാണെങ്കിലും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും അത്തരം പാറ്റേൺസ് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പി എന്നൊന്ന് ടൈപ്പ് ചെയ്യൂ, പെട്ടെന്ന് ടൈപ്പ് ചെയ്യൂ. അപ്പോൾ നിങ്ങളുടെ അനീഷ് അരവിന്ദ്, യെസ് 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 യെസ്, നിങ്ങൾ തീർച്ചയായിട്ടും ഈ പാറ്റേൺസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പാറ്റേൺസ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് ഈ നമ്മൾ പോലും അതിശയിച്ചു പോകും, എന്തിനാണ് ഇങ്ങനെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഈ പാറ്റേൺസ് വരുന്നത്. എല്ലാവരും തന്നെ പി ടൈപ്പ് ചെയ്തിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും തന്നെ ഈ ഒരു പാറ്റേൺ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് തന്നെ തോന്നും എന്തുകൊണ്ടാണ് ഇങ്ങനെ, ഈ ഒരു ലൂപ്പ് പോലെ നിങ്ങൾക്ക് ചിലപ്പം പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. അപ്പം നമ്മൾ പോലും അറിയാതെ എന്താണ് നമ്മളിൽ സംഭവിക്കുന്നതെന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. കഴിഞ്ഞ ഒരു 3-4 വർഷം സംഭവിച്ച പോലെ തന്നെ അതേ പാറ്റേണിലേക്ക് നമ്മൾ പോകാൻ പോകുന്നു എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഇന്ന് ഈ കുറച്ച് മുമ്പ് തന്നെ ഒരു പോസ്റ്റ് നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു പാറ്റേണിനെ കുറിച്ച്. അതായത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, നമ്മുടെ തലവരയാണ് എന്നൊക്കെ ചില ആൾക്കാർ പറയുമല്ലോ, നിങ്ങളുടെ തലവര നന്നായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നന്നാവും എന്നൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പം ശരിക്കും ഈ തലവര എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടോ നമുക്ക്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചോദിക്കട്ടെ, തലവര ഉണ്ടോ ശരിക്കും? ഞാൻ ആരാണ്, വിനയ് കൃഷ്ണനോട് ചോദിക്കട്ടെ. വിനയ് കൃഷ്ണൻ, തലവര ഉണ്ടോ ശരിക്കും നമുക്ക്? ഞാൻ അങ്ങനെ അത്തരം കാര്യങ്ങൾ അത്ര ഞാൻ വിശ്വാസമുള്ള ഒരാളല്ല. ഞാൻ വിനയ് കൃഷ്ണനോട് ഓൾറെഡി ചോദിച്ചതാണ്. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ അടുത്തയാളോട് ചോദിക്കാം. സന്ദീപേ, നമുക്ക് തലവര എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ ശരിക്കും? എനിക്കത് ഉള്ളതായിട്ടാണ് സാറേ തോന്നിയിട്ടുള്ളത്. തലവരയുണ്ട് അല്ലെ? ആ വര പോലെയാണ് നമ്മൾ പോകുന്നതെന്നാണ് തോന്നുന്നത് അല്ലേ? അതെ അതെ അതെ. അതെ അതെ, ഓക്കെ. ഇനി ഞാൻ ആരാണ്, ലക്ഷ്മി മേനോനോട് ചോദിക്കട്ടെ. ലക്ഷ്മി, തലവരയുണ്ടോ? ഫിഫ്റ്റി ഫിഫ്റ്റിയാണ്. ആരാണ്? ചിലപ്പോ തോന്നുന്നുണ്ടെന്ന്, ചിലപ്പോ തോന്നുന്നില്ലാന്ന്. ഇല്ല എന്ന്, ഓക്കെ. ആശ എന്ത് പറയുന്നു? ആശ, തലവരയുണ്ടോ? പലവരെ ഉണ്ട്, പക്ഷെ ഞാനത് ഉപയോഗപ്പെടുത്തത്തില്ല. ഉപയോഗപ്പെടുത്തത്തില്ല, ഓക്കെ ഓക്കെ. അത് ശരി, ഉപയോഗപ്പെടുത്താൻ എനിക്ക് പറ്റുന്നില്ല ചില സമയത്ത്. പറ്റുന്നില്ല. ഓക്കെ, അതെങ്ങനെയാണ് ഈ തലവര ഉണ്ടെന്ന് പറയുകയും അത് ഉപയോഗപ്പെടുത്താൻ പറ്റാതിരിക്കുന്നത് എങ്ങനെയാണ്? തലവര ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഉപയോഗപ്പെടുമല്ലോ. പലവരെന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോഴത്തേനും അത് പാതി ഉം, ഇട്ടിട്ട് പോകുന്ന ഒരു സ്വഭാവം പണ്ടേ എനിക്ക് ഉണ്ടായിരുന്നു. ഓക്കെ. അതിപ്പോഴും റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുക. റിപ്പീറ്റ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം അപ്പൊ ഇപ്പോ അതിങ്ങനെ നമ്മൾ പോലും അറിയാതെ അതിങ്ങനെ നമ്മൾ തുടങ്ങും, പാതി വഴി നിർത്തിയിട്ട് പോകും അല്ലെ? പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല അല്ലേ? അതെ അതെ. ഓക്കെ ഓക്കെ, ഹലോ, ആ, ഓൾ റൈറ്റ്. ജയപ്രദീപ്, തലവരയുണ്ടോ? ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താണ് എന്താണ് തോന്നാൻ കാരണം? എക്സ്പീരിയൻസ് വെച്ച് ഒരു ട്രാക്കിലൂടെ കൊണ്ടുപോകുന്ന മാതിരി ഇങ്ങനെ എപ്പോഴും മാറി തോന്നുന്നു. നടക്കാൻ ശ്രമിച്ചാൽ വീണ്ടും ഇതിലേക്ക് തന്നെ ആ, റിട്ടേൺ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. അപ്പൊ ശരിക്കും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ ഇനിയിപ്പോ തലവര ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി ഒരു അങ്ങനെ ഡൗട്ട് ഉണ്ട്. ചോദിച്ചോട്ടെ? ഹലോ, ലക്ഷ്മിയാണ്. പറയൂ ലക്ഷ്മി. തലവര ഉണ്ടെന്നായിരുന്നു ഞാനും വിശ്വസിച്ചിരുന്നത്. പക്ഷെ ആ, ഇപ്പൊ അറിയാം, നമുക്ക് തലവര ഉണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പേറ്റും. ഓക്കെ, തലവര ഉണ്ടെങ്കിൽ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ എന്തോ ഒരു വരയുണ്ട്. പക്ഷെ അത് ലക്ഷ്മി നമ്മള് ലക്ഷ്മി നമ്മുടെ 21 ഡേയ്സിൽ ഓൾറെഡി അറ്റൻഡ് ചെയ്ത ലക്ഷ്മി അല്ലേ? ലൈവ് ലൈവ് ആ മോർണിംഗ് ഓക്കെ ലൈവ്. ഓക്കെ, ലക്ഷ്മി, ഓക്കെ ഓക്കെ. അപ്പൊ അത് മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ അത് നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും എന്നാണ് ലക്ഷ്മി പറയുന്നത് അല്ലേ? നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, റൈറ്റ്, ആ ഓക്കെ, ഫൈൻ. വരയിലൂടെ പോകാതെ നമുക്ക് മാറിപ്പോവാം.
ഓക്കെ. ഓൾ റൈറ്റ്. അപ്പോ ഹായ് അദീന. അദീനയോടൊന്ന് ചോദിക്കട്ടെ. അദീന, തലവരെയുണ്ടോ അദീന? അദീന പറയൂ, സംസാരിക്കാൻ പറ്റുമോ? ഹായ് ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് അദീന, പറയൂ. തലവരെയുണ്ടോ അദീന? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്താണ്? തലവര ഉണ്ടോന്നല്ലേ ചോദിച്ചത്? അതെ അതെ. ഇല്ല, അങ്ങനെയില്ല. അങ്ങനെയില്ല, തലവരയില്ല, തലയിൽ ഒരു വരയില്ല. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം തലവര ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. ഇനി അപ്പൊ നിങ്ങളൊരു കാര്യം, നിങ്ങൾ എല്ലാവരും അംഗീകരിച്ച ഒരു കാര്യമുണ്ട്, ഒരു പാറ്റേൺ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ സമ്മതിച്ചു അല്ല? എല്ലാവരും സമ്മതിച്ചു. ഒരു പാറ്റേൺ നമ്മൾ പോലും അറിയാതെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി. അപ്പൊ ഈ പാറ്റേൺ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതായത് ഈ നിങ്ങളുടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഈ പാറ്റേൺ ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല, അല്ലെങ്കിൽ മാറുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു യെസ് ടൈപ്പ് ചെയ്യോ. എല്ലാവരും പെട്ടെന്ന് ടൈപ്പ് ചെയ്യോ. ഞാൻ നിങ്ങളെ ഒന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് നിങ്ങളെ കൊണ്ടൊന്ന് ചെയ്യിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങിപ്പോകും രാത്രി ആകുമ്പോൾ. യെസ്. അപ്പോൾ തലവര അപ്പോൾ തലവര മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറുമെന്നാണ് പറയുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെ തലവര എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ നമ്മൾ അതിനൊന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റിക്കഴിഞ്ഞാൽ അത് മാറുമെന്നാണ് പറയുന്നത്. ഓക്കെ, എല്ലാവരും തന്നെ അത് അംഗീകരിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ ഓക്കെ, ശരി. അപ്പം എന്നോട് ഇനി ആരെങ്കിലും നിങ്ങൾക്ക് തലവര ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും നിങ്ങൾക്ക് തലവര ഉണ്ടെന്ന് പറയും. അപ്പം നിങ്ങൾ വിചാരിക്കും മറ്റേ നമ്മളെ വിശ്വാസത്തിനകത്ത് മറ്റേ ജാതക പ്രകാരമോ ജ്യോതിഷ പ്രകാരമോ ഒക്കെ ഉള്ള തലവരയാണോ ഞാൻ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ല. ഈ തലവര എന്ന് പറയുന്നത് നിങ്ങളുടെ തലച്ചോറിലുള്ള 96 ബില്യൺ ന്യൂറോൺസിന്റെ പരസ്പരമുള്ള കണക്ഷന്റെ ഒരു പാറ്റേൺ ആണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും തലവര എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ തലച്ചോറിൽ 96 ബില്യണിൽ കൂടുതൽ ന്യൂറോണുകളുണ്ട്. ഈ ന്യൂറോണുകൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുക. നിങ്ങളുടെ തലയിൽ മാത്രമല്ല, എൻ്റെ തലയിലും ഉണ്ട്. അപ്പൊ ഇത് പലതരത്തിൽ പരസ്പരം കണക്ട് ചെയ്ത് കിടക്കുകയാണ്. അത് പല പാറ്റേണുകളുണ്ട്. നമുക്ക് ശാസ്ത്രീയമായിട്ട് തന്നെ നമുക്ക് അതിനെ കാണാൻ പറ്റും. ഇനി ഈ ഈ ന്യൂറൽ പാറ്റേൺസ് എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് നമുക്ക് ഡെവലപ്പ് ആയെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ചെറുപ്പകാലം മുതൽ നിങ്ങൾ അനുഭവിച്ചു പോന്നിട്ടുള്ള, നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്നോ, നിങ്ങളുടെ അധ്യാപകരിൽ നിന്നോ ഒക്കെ നിങ്ങൾ ഇൻപുട്ടായിട്ട് എടുത്തിട്ടുള്ള, നിങ്ങളെക്കുറിച്ചെന്ന് കരുതുന്ന നിങ്ങളുടെ പെർസെപ്ഷൻ എല്ലാം കൂടെ കൂടിയിട്ടാണ് നിങ്ങളുടെ തലച്ചോറിൽ ഒരു പ്രത്യേക തരത്തിലുള്ള, എല്ലാവരുടെയും തലച്ചോറിൽ ഒരു പാറ്റേൺ പ്രത്യേക രീതി രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതാണ് നിങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് രൂപപ്പെട്ടു വന്നതാണ്. അപ്പൊ അത് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടു വന്നു, അത് ബലപ്പെട്ടു. അപ്പൊ നമ്മൾക്കുണ്ടായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചുള്ള വിശ്വാസങ്ങൾ, നമുക്കുള്ള ചില ബോധ്യങ്ങൾ, നമ്മളുടെ വാല്യൂസ്, ഇതൊക്കെ രൂപപ്പെട്ടിരിക്കുന്നത് ഈ ന്യൂറൽ വയറിങ്ങുകളിൽ നിന്നാണ്. അപ്പൊ നമ്മുടെ തലച്ചോറിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ചിന്തകൾ എന്ന് പറയുന്നത് ബ്രെയിൻ ഇൻ ആക്ഷൻ ആണ്. അതായത് നമ്മുടെ തലച്ചോറിൽ ചില രാസപ്രവർത്തനങ്ങൾ നടക്കുന്നതാണ് നമ്മൾ ചിന്തയായിട്ട് മനസ്സിലാക്കുന്നത്. ശാസ്ത്രീയമായിട്ട് അങ്ങനെയാണ്. കാരണം ഈ നമ്മുടെ ചിന്ത എവിടെ ഇരിക്കുന്നത് നമുക്കറിയില്ല, അല്ലെങ്കിൽ മനസ്സ് എവിടെ ഇരിക്കുന്നത് നമുക്കറിയില്ല. എവിടെയാണെന്ന് ചിലർ തലയിലാന്ന് പറയും, ചിലർ ഹൃദയത്തിലാന്ന് പറയും, നമ്മുടെ ബോഡിയിലാണെന്ന് പറയും. എങ്ങനെയൊക്കെയുള്ള നമുക്കറിയില്ല. ആക്ച്വലി ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, ഫിസിക്കലി നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ചിന്തകൾ എവിടെ നിന്നാണ്, മനസ്സെന്ന് പറയുന്ന ആ ഒരു യന്ത്രം എവിടെ ഇരിക്കുന്നതെന്ന് അറിയില്ല. പക്ഷെ നമുക്ക് തന്നെ ശാസ്ത്രീയമായിട്ട് നമ്മളതിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രെയിൻ ഇൻ ആക്ഷൻ എന്ന് പറയാം. അതായത് തലച്ചോറിൽ ചില രാസപ്രവർത്തനങ്ങൾ നടക്കുമ്പോഴാണ് നമ്മൾ അതിനെ മനസ്സായിട്ട് അനുഭവപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മനസ്സിൽ നിന്നാണ് നമുക്ക് ചിന്തകൾ ഉണ്ടാവുന്നത്. ഈ ചിന്തകളിൽ നിന്നാണ് നമ്മൾ എപ്പോഴും തീരുമാനമെടുക്കുന്നത്. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ ഉണരുമ്പോൾ മുതൽ നിങ്ങൾ ഒരു 30,000-ഓളം വലുതും ചെറുതുമായിട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ അറിയാതെയാണ് അത് നടക്കുന്നത്. അതിനകത്തൊരു 5% തീരുമാനങ്ങൾ മാത്രമാണ് നിങ്ങൾ ബോധപൂർവം എടുക്കുന്നത്. ബാക്കി 95% തീരുമാനങ്ങളും
നിങ്ങൾ ഓട്ടോ പൈലറ്റിലാണ് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. കാരണം നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വരുന്നത് കട്ടിലിൻ്റെ വലത് സൈഡിൽ കൂടിയാണോ ഇടത് സൈഡിൽ കൂടിയാണോ എന്നുള്ളത് നിങ്ങൾക്കൊരു പാറ്റേൺ ഉണ്ട്. നിങ്ങൾ ആ പാറ്റേണിൽ കൂടെയാണ് നിങ്ങൾ എഴുന്നേറ്റ് വരിക. നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരു ടേബിൾ ഉണ്ടാവും. ആ ടേബിളിൽ ഇരുന്നാണ് നിങ്ങൾ എപ്പോഴും ഭക്ഷണം കഴിക്കാറുള്ളത്. അല്ലാതെ നിങ്ങൾക്കത് അവിടെ ഇരിക്കുന്നതിനാണ് നിങ്ങൾക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നാറുള്ളത്. ഇനി അതുപോലെ തന്നെ നിങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചാൽ നിങ്ങളുടെ ഹാൻഡ് വാഷ് ചെയ്യുന്ന അതേ സ്ഥലത്ത് തന്നെയായിരിക്കും നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് മിക്കവാറും നിങ്ങൾ കൈ കഴുകാൻ സാധ്യത. അവിടെ ക്യൂ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അവിടെ തന്നെയായിരിക്കും നിങ്ങൾ ചെയ്യാൻ സാധ്യത. അപ്പം ഇതൊക്കെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബ്രെയിൻ നമ്മളെ കൊണ്ട് എടുപ്പിക്കുന്ന ചില ഡിസിഷൻസ് ആണ്. അപ്പം ഇത് നമ്മൾ പഠിക്കും, പല കാര്യങ്ങളും സമ്പത്തിനെ കുറിച്ച് പഠിക്കും, നമ്മളുടെ പ്രൊഡക്ടിവിറ്റിയെക്കുറിച്ച് പഠിക്കും, നമ്മുടെ ജീവിത വിജയത്തെക്കുറിച്ച് പഠിക്കും. ഇങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻ നമ്മൾ എടുക്കുന്നുണ്ട്, പല നോളജ് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ നോളജ് ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ പണ്ടേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് നമ്മുടെ ജീവിതം മാറിപ്പോയേനെ. പക്ഷേ ഇതൊന്നും പഠിക്കാത്ത പല ആൾക്കാരും ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ അപ്രതീക്ഷിതമായ വിജയങ്ങൾ നേടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ വിചാരിക്കും, അപ്പോഴാണ് നമ്മൾ പറയുന്നത് അവന്റെ തലവര കൊള്ളാം, അവന് ഭയങ്കര ലക്കാണല്ലോ എന്നുള്ളത്. അപ്പൊ നമ്മൾ തലവരയെക്കുറിച്ച് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളുടെ ബ്രെയിനിലുള്ള പാറ്റേണുകളാണ് നമ്മളുടെ ഒരു ദിവസം അല്ലെങ്കിൽ നമ്മളുടെ തീരുമാനങ്ങളെ തീരുമാനിക്കുന്നത്. അതായത് 95% തീരുമാനങ്ങളും നമ്മൾ എടുക്കുന്നത് നമ്മൾ പോലും അറിയാതെയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എഗ്രി ചെയ്യൂ. എഗ്രി ചെയ്യുമെങ്കിൽ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യുക. എഗ്രീഡ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് എന്നൊന്ന് ടൈപ്പ് ചെയ്തോളൂ. 95% തീരുമാനങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എടുക്കുന്നത് നിങ്ങൾ പോലും അറിയാതെയാണ്. നിങ്ങൾ തന്നെ അത് സമ്മതിച്ചു. അപ്പോൾ ഈ തീരുമാനങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കയ്യിൽ പണം വരുമ്പോഴും നമ്മൾ ജോലി ചെയ്യുമ്പോഴും ബിസിനസ്സിന്റെ തീരുമാനം എടുക്കുമ്പോഴും ആളുകളുമായിട്ട് ഇടപെടുമ്പോഴും ഒക്കെ നമ്മൾ അറിയാതെ നമ്മളിലേക്ക് തീരുമാനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ പാറ്റേണുകളാണ്. ഇത് ഓട്ടോ പൈലറ്റിലാണ് നടക്കുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറയുന്നുണ്ടായത് എന്തുകൊണ്ടാണ് ബ്രെയിനിന് ഈ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ നമ്മൾ ചെയ്യാത്ത കാര്യത്തിലേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ പാറ്റേണുകൾ എന്ന് പറയുന്നത് അതിശക്തമായി നമ്മളെ ഉള്ളിൽ കിടക്കും തോറും ഇനി അടുത്ത 10 വർഷവും നിങ്ങൾ ഈ പാറ്റേൺ മാറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ഏതാണ്ട് ഇങ്ങനെ തന്നെയായിരിക്കും. കാരണം 90% നിങ്ങൾ ചിന്തിക്കുന്നത് ഒരേ തരത്തിലുള്ള ചിന്തകളാണ്. ഈ ഒരേ തരത്തിലുള്ള ചിന്തകളിൽ നിന്ന് നിങ്ങൾക്കുണ്ടാവുന്ന ആക്ഷൻ അല്ലെങ്കിൽ പ്രവൃത്തി എന്ന് പറയുന്നത് ഒരേ തരത്തിലുള്ള പ്രവൃത്തിയായിരിക്കും. ഒരേ തരത്തിലുള്ള പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് വ്യത്യസ്തമായ ഒരു റിസൾട്ട് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഈ പാറ്റേണുകളെ ബോധപൂർവം നിങ്ങൾക്ക് മാറ്റാൻ സാധിച്ചില്ലെങ്കിൽ അടുത്ത 10 വർഷവും നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 5 വർഷം കൊണ്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞ ജീവിതത്തിന് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ എത്രത്തോളം മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ചാൽ നിങ്ങൾക്കറിയാം. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ബ്രെയിൻ പാറ്റേൺ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾക്ക് മാറ്റാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരും. അപ്പൊ ചില ആളുകൾക്ക് പെട്ടെന്ന് മാറ്റം ഉണ്ടാകുന്നത് ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒന്നുകിൽ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു അപകടം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ചില നല്ല മാറ്റങ്ങൾ അവർക്ക് ചിലപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോഴായിരിക്കും. അപ്പൊ എപ്പോഴും ബ്രെയിനിന് മാറാൻ വേണ്ടുന്ന ഒരു എൻവയോൺമെന്റ് കിട്ടുമ്പോഴാണ് ശരിക്കും പെർമനന്റ് ആയിട്ടൊരു മാറ്റം ആളുകൾക്ക് ഉണ്ടാകുന്നത്. നിങ്ങൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സിലാവും. എന്നാൽ നമ്മൾ ഇതിനു വേണ്ടി ബോധപൂർവ്വം ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ മാറ്റം നമ്മളിൽ കൊണ്ടുവരാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് ഈ ബ്രെയിനിനെ മാറ്റാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ ബ്രെയിനിന് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാനുള്ള ബ്രെയിനിന്റെ കഴിവിനാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങളുടെ ബ്രെയിനിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഒരു ഡ്രൈവറുടെ പാറ്റേൺ അല്ല. കാരണം നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരുപാട് റിജക്ഷൻസ് നിങ്ങളുടെ ബോഡി തരും. കാരണം നിങ്ങളുടെ ബ്രെയിന് അത്തരം ഒരു വയറിംഗ് ഇല്ല.
അപ്പോൾ പുതിയ ഒരു വയറിങ്ങിലേക്ക് കടക്കാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ബ്രെയിൻ എപ്പോഴും നിങ്ങൾക്ക് റെസിസ്റ്റൻസ് തന്നുകൊണ്ടിരിക്കും. കാരണം മറ്റൊന്നുമല്ല, ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കണമെന്നോ, നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കണമെന്നോ, നിങ്ങൾ ബില്യനെയർ ആവണമെന്നോ, നിങ്ങളുടെ അക്കൗണ്ടിൽ ആവശ്യത്തിന് ബാലൻസ് വരണമെന്നോ ഒന്നും ബ്രെയിനിന്റെ ഒരു പ്രയോറിറ്റിയേ അല്ല. ബ്രെയിനിന്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവൻ നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ എനർജിയും അത് സൂക്ഷിക്കുന്നത് ജീവൻ നിലനിർത്തുക എന്നുള്ള ഒറ്റ കാര്യത്തിൽ മാത്രമാണ്. അപ്പോ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു പുതിയ പ്രവൃത്തി ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് ഡ്രൈവിംഗ് പഠിക്കുന്നത് പോലെയുള്ള ഒരു പുതിയ പ്രവൃത്തിയിലേക്ക് നിങ്ങളുടെ ബ്രെയിനെ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ബ്രെയിൻ അതിന് ഒരുപാട് റിജക്ഷൻ തരും. കാരണം ബ്രെയിൻ അതിന് വേണ്ടിയിട്ട് അഡീഷണൽ എനർജി സോഴ്സ് അതിന് വേണ്ടി യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രെയിൻ പതുക്കെ നിങ്ങളോട് റിജക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നും. കാരണം നിങ്ങൾക്കത് ഗ്രഹിക്കാൻ വലിയ പാട് വരും. കാരണം നിങ്ങൾ ഗിയർ മാറണം, ക്ലച്ച് അമർത്തണം, ആക്സലറേറ്റർ കൊടുക്കണം, പിന്നെ ഇടയ്ക്ക് ബ്രേക്ക് ചവിട്ടണം. ഇതൊക്കെ ആദ്യമേ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയെങ്കിലും നിങ്ങളൊരു 5000 കിലോമീറ്റർ നിങ്ങൾ വാഹനം ഓടിച്ച് കഴിയുമ്പോഴേക്കും നിർബന്ധപൂർവം, കാരണം നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിക്കണമല്ലോ, അത് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾ മനഃപൂർവ്വം ഈ ഡ്രൈവിംഗ് നിങ്ങൾ നിങ്ങൾ വണ്ടി ഒരു 5000 കിലോമീറ്റർ ഓടിച്ചു കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ബ്രെയിൻ ഒരു ഡ്രൈവറുടേതായി മാറും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബ്രെയിന് പിന്നെ എക്സ്ട്രാ എനർജി കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി അവിടെ പുതിയ സെറ്റ് ഓഫ് ന്യൂറോൺസ് അവിടെ ഫോം ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് പിന്നെ അതിനുശേഷം നിങ്ങൾ ഇപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ മറ്റുള്ളവരെ വാട്സപ്പ് ചെയ്യും, ഫോൺ ചെയ്യും, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നത് ഓട്ടോ പൈലറ്റായി മാറി. ആദ്യം നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് കോൺഷ്യസ്ലി ഡ്രൈവ് ചെയ്യുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വളരെ ഓട്ടോ പൈലറ്റ് നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇത് ബ്രെയിനിന്റെ ഒരു മാറ്റമാണ്. അപ്പൊ ഇതുപോലെ തന്നെയാണ് സമ്പത്തിന്റെ കാര്യം. ഈ സമ്പത്തും നിങ്ങളുടെ ഇപ്പൊ ബാങ്ക് ബാലൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ന്യൂറോൺസിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ്. അപ്പോൾ ഈ ബാലൻസ് മാറണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഈ ന്യൂറോൺസിന് ഇപ്പൊ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് 5000 രൂപയാണെന്ന് വിചാരിക്കുക, നിങ്ങളുടെ മന്ത്ലി ആവറേജ് നിങ്ങളുടെ ബാലൻസ് കിടക്കുന്നത്. ഈ 5000 രൂപയിൽ നിങ്ങളുടെ ബ്രെയിൻ വളരെ സേഫ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ന്യൂറോൺസ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഇത് വളരെ സേഫ് ആണ് എന്നാണ്. അതേസമയം 1 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ 10 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നാൽ നിങ്ങളുടെ നെർവ് സിസ്റ്റം വളരെയധികം അസ്വസ്ഥമാകും. കാരണം ആ എമൗണ്ട് എന്ന് പറയുന്നത് ഇതുവരെ കിട്ടിയതിലും ഏറ്റവും വലിയ എമൗണ്ട് ആണ് ഒരിക്കൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കിടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഇതുവരെ അത്രയും എമൗണ്ട് ഹാൻഡിൽ ചെയ്യാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ ബ്രെയിൻ അത് ഒരു ത്രെറ്റായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് കിട്ടുന്ന 10 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ 5000 രൂപ എപ്പോഴും ബാലൻസ് ഉള്ള ഒരാളുടെ അക്കൗണ്ടിലേക്ക് 10 ലക്ഷം രൂപ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ന്യൂറോൺസ് അതിനെ കാണുന്നത് ഒരു ത്രെറ്റായിട്ടാണ്. അതായത് അതൊരു അപകടമായിട്ടാണ് കാണുന്നത്. കാരണം അത്രയും എമൗണ്ട് ഇതുവരെ നമ്മൾ ഡീല് ചെയ്തിട്ടില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ഈ ത്രെറ്റ് ആണ് എന്ന് നമ്മുടെ ന്യൂറോൺസിന് തോന്നിക്കഴിഞ്ഞാൽ ഈ ത്രെറ്റിനെ ഒഴിവാക്കാനുള്ള എല്ലാ പ്രവൃത്തിയും നമ്മുടെ ബ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കും. അതായത് നമ്മളെ സേഫ് ആക്കാനുള്ള എല്ലാ പരിപാടിയും ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ 10 ലക്ഷം രൂപ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും 5000ത്തിലേക്ക് ബാലൻസിലേക്ക് വരും. ഈ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? അതായത് നിങ്ങൾക്ക് എപ്പോഴും എല്ലാവർക്കും ഒരു ഫിനാൻഷ്യൽ തെർമോസ്റ്റാറ്റ് നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടാവും, ശരിയല്ലേ? അതായത് നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ ബാങ്കിൽ ഉണ്ടാവുന്നത് അത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. 5000 ആണ് 5000, ചിലർക്ക് -5000 ആയിരിക്കും, അതെപ്പോഴും -5000 ആയിരിക്കും. അതിനകത്ത് കൂടി കുറച്ച് പൈസ വന്നാലും വീണ്ടും പഴയതുപോലെയാവും. അപ്പോൾ ഇതെപ്പോഴും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് നിങ്ങൾ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു യെസ് ടൈപ്പ് ചെയ്യൂ. നിങ്ങൾ അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു യെസ് ടൈപ്പ് ചെയ്യൂ പെട്ടെന്ന്. വിനയ്, നവീൻ, ഷീല, ഓക്കെ, എല്ലാവരും തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഈ ഒരു കാര്യം അത് എഗ്രി ചെയ്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ സമ്പത്ത് നമ്മൾ പറയുന്നത് ഇപ്പൊ ഈ ലോകത്ത് ഉള്ള എല്ലാ പണക്കാരുടെയും പൈസ പിടിച്ചെടുത്തിട്ട് അത് ഈക്വലി ഡിവൈഡ് ചെയ്ത് ലോകത്ത് എല്ലാവർക്കും കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അത് ഒരു 2 വർഷം കൊണ്ട് ഈ പൈസ ആരുടെയൊക്കെ കയ്യിലാണോ ഇരുന്നിരുന്നത് അവരിലേക്ക് തിരിച്ചു ചെല്ലും എന്നാണ് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം, ഈ ലോകത്തുള്ള പണക്കാരുടെ എല്ലാവരുടെയും കൂടെ പൈസ പിടിച്ചെടുത്തിട്ട് അത് ഡിവൈഡ് ചെയ്ത്
പാവപ്പെട്ടവർക്കും ഇല്ലാത്തവർക്കും എല്ലാം ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതായത് നാളെ എല്ലാവർക്കും അതേ പൈസ ഈക്വലി ഡിവൈഡ് ചെയ്ത് കൊടുത്തു എന്ന് വിചാരിക്കുക. ഒരു 2 വർഷം കഴിയുമ്പോഴത്തേക്കും ഈ പണമെല്ലാം ആരുടെ കയ്യിലാണോ ഇരുന്നത് അവരിലേക്ക് തിരിച്ചു കയറും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ഈ ഫിനാൻഷ്യൽ തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന്റെ ഒരു ന്യൂറോ വയറിംഗ് ആണ്. അപ്പൊ ഈ വയറിംഗ് എന്താണോ നിങ്ങളുടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ ആയിരിക്കും എപ്പോഴും ട്യൂൺഡ് ആയിരിക്കുന്നത്. ആ ന്യൂറൽ വയറിംഗ് നിങ്ങൾ മാറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഓണം ബമ്പർ അടിച്ചാലും വളരെ പെട്ടെന്ന് തന്നെ ആ പൈസ നിങ്ങളിൽ നിന്ന് പോകും. നിങ്ങൾ നോക്കിക്കോ, ലോട്ടറി അടിച്ചവരിൽ ഒരു പഠനം നടത്തിയതിൽ 90% ആൾക്കാരും ആ ലോട്ടറി കിട്ടുന്നതിന് മുമ്പുള്ള അവസ്ഥയിനേക്കാൾ മോശമായി പോയി എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഈ വലിയ എമൗണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് വരുമ്പോഴേക്കും അവരുടെ ബ്രെയിൻ അതിനെ കാണുന്നത്, അവരുടെ ബ്രെയിൻസ് കാണുന്നത് ഇതൊരു ത്രെറ്റ് ആയിട്ടാണ്. അപ്പൊ നിങ്ങൾ ഇതാണ് ബ്രെയിനിന്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് സേഫാണ് എന്ന് നിങ്ങൾക്ക് തോന്നാത്തിടത്തോളം കാലം നിങ്ങളിൽ നിന്ന് ഈ പറഞ്ഞ നിങ്ങൾക്ക് ഇപ്പോഴെന്താണോ നിങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കുന്നത് അത് തന്നെയായിരിക്കും മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഇത് മാറ്റണം എന്ന ആഗ്രഹം ഉണ്ടാകുമല്ലോ, ഇല്ലേ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനകത്ത് മാറണമെന്ന് ആഗ്രഹമില്ലേ? ലക്ഷ്മി, ആഗ്രഹമുണ്ടോ? എന്നോടാണോ? ലക്ഷ്മി മേനോൻ. തീർച്ചയായിട്ടും ആ, സർ. 2 ലക്ഷ്മി ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട് അല്ലെ? അപ്പൊ ഇത് ഇത്രയും പറഞ്ഞതിനകത്ത് നിന്ന് എന്താണ് ലക്ഷ്മി മേനോന് മനസ്സിലായത്? നമ്മളുടെ ബ്രെയിനിന്റെ ഓൾറെഡി ക്രിയേറ്റഡ് ആയിട്ടുള്ള പാറ്റേൺസ് തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും അറിഞ്ഞും അറിയാതെയും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, നമ്മുടെ ലൈഫിൽ പ്രത്യേകിച്ച് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ചേഞ്ചസ് വരാൻ പറ്റാത്തത് ഈ ന്യൂറോൺസിന്റെ അപ്പം ഈ ന്യൂറോൺസ് നമ്മൾ മാറ്റി എഴുതാൻ സാധിച്ചാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മാറാൻ കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം എനിക്കത് കുറച്ച് നാളായിട്ട് ഒരു ലൈഫിന്റെ ഒരു നമുക്ക് പലപ്പോഴും പല അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതിൽ നിന്ന് കുറച്ച് നാളത്തെ ഞാൻ ഈ മാനിഫെസ്റ്റേഷനെ കുറിച്ചിട്ടും ഇങ്ങനെയുള്ള ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയെ കുറിച്ചൊക്കെ വായിച്ചു, ഒരുപാട് ഇങ്ങനെ കേട്ടു. അപ്പൊ അതിൽ നിന്ന് നമ്മളൊരു വില്ല് ക്രിയേറ്റ് ചെയ്യും. പലപ്പോഴും നമ്മൾ ഈ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുമല്ലോ, സിറ്റുവേഷൻസ് വരുമ്പോ പിന്നെ നാളേക്ക്, അങ്ങനത്തെ ഒരു നന്നായിട്ട് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന സ്വഭാവമാണ് എന്റേത്. അപ്പൊ പിന്നെ ഒരു മൊമെന്റിൽ നമ്മൾ തീരുമാനിക്കുകയാണ് ദാറ്റ് ഐ എം ഗോയിങ് ടു ചേഞ്ച് എന്നുള്ള സിറ്റുവേഷൻ വരുമ്പോ തന്നെ നമുക്ക് ആ പോസിറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ എടുക്കാനുള്ള ഒരു പവർ വരുന്നത്. അതായത് എത്രയോ ഇതിനു മുമ്പ് നമ്മൾ അയ്യോ അങ്ങനെ വന്നാൽ ഞാൻ എന്ത് ചെയ്യും, സാറ് പറഞ്ഞ പോലെ നാളെ എന്റെ കയ്യിൽ ഒരു 3000 രൂപ കിട്ടി ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്യും എന്ന് പാനിക് ആവുന്ന സ്റ്റേറ്റിൽ നിന്ന് ഓക്കെ ഐ ക്യാൻ ഹാൻഡിൽ ഇറ്റ്, അല്ലെങ്കിൽ ഞാനത് ഹാൻഡിൽ ചെയ്യും എന്നുള്ള ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ വരും. ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് വരുന്നത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പോ നിങ്ങള് ഞാൻ ഒരാളോട് ചോദിക്കട്ടെ. നവ്യ ബിപിൻ, എന്താണ് നവ്യ ബിപിൻ ഐഡിയ കിട്ടിയത് ഇതുവരെ പറഞ്ഞതിനകത്തുനിന്ന്? ഹായ് നവ്യ, കേൾക്കുന്നുണ്ടോ? നവ്യ കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഞാൻ ഇതാരാണ്? ഐഫോൺ ആരാണ്? ഐഫോൺ പേര് എന്താണ്? ഐഫോണിന്റെ ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? ഐഫോൺ. ഓക്കെ, ഞാൻ ഷീലയോട് ചോദിക്കാം. ഹായ് ഷീല, സംസാരിക്കാൻ പറ്റുമോ? ഷീലക്ക് എന്താണ് ഇതിനകത്തുനിന്നൊരു ഐഡിയ കിട്ടിയത് നിങ്ങളുടെ ഈ ഹായ് ഷീല, സംസാരിക്കാൻ പറ്റുമോ? പറയൂ. ഐഡിയ ഞാൻ ഫസ്റ്റ് ആണ് എനിക്ക് ചോയ്സ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ ക്ലാസ്സിൽ ആദ്യം മുതൽ ഉണ്ടായിരുന്നോ? ഫസ്റ്റ് 9 o'clock സ്റ്റാർട്ട് ചെയ്ത്. ഓക്കെ, ജസ്റ്റ് ലേണിംഗ് ആണ്, അതുകൊണ്ട് എനിക്ക് നോ ഐഡിയ. ഓക്കെ, ഇപ്പൊ പറഞ്ഞതിനകത്തുനിന്ന് എന്താണ് ഐഡിയ കിട്ടിയത്? ഈ ബ്രെയിൻ പാറ്റേൺ മാറിയാൽ ഗുണമാകുമെന്ന് കരുതുന്നുണ്ടോ? അത് എനിക്ക് മനസ്സിലായി, മേ ബി ഉണ്ടാവും. ഓക്കെ, റൈറ്റ്. ഓക്കെ, ജോസഫിനോട് ചോദിക്കട്ടെ. ഹായ് ജോസഫ്. ജോസഫ്, സംസാരിക്കാൻ പറ്റുമോ? ജ്യോതിശങ്കർ, സംസാരിക്കാൻ പറ്റുമോ? ഹായ് ജ്യോതിശങ്കർ, സംസാരിക്കാൻ പറ്റുമോ? ഹലോ സാർ, പറയൂ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. യാത്രയിലാണ്, എന്നാൽ എനിക്ക് സംസാരിക്കണമെന്നുള്ളത് കൊണ്ട് സംസാരിക്കുന്നു. ശരിക്കും പാറ്റേൺ ചേഞ്ച് ചെയ്താൽ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു.
ഉറച്ചു വിശ്വസിക്കുന്നു അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ശരിക്കും ഈ പാറ്റേൺ ചേഞ്ച് ചെയ്യാൻ നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തൊക്കെയാണ് നിങ്ങൾ പാറ്റേൺ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുള്ളത്? മേ ബി നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും നിങ്ങൾ യൂട്യൂബിലും ഒക്കെ ഈ മാനിഫെസ്റ്റേഷനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നതുകൊണ്ട് ധാരാളം വീഡിയോസും പുസ്തകങ്ങളും ഒക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. നിങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ആ മാറ്റം യഥാർത്ഥത്തിൽ ഇതുവരെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റിയോ? പറ്റിയവർ യെസ് അടിക്കുക, ഇല്ലെങ്കിൽ നോ ഒന്ന് പെട്ടെന്നൊന്ന് ടൈപ്പ് ചെയ്തോ. നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഈ ഒരു പാറ്റേൺ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തു. ഈ പാറ്റേൺ എന്നിട്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റിയോ? പറ്റിയെങ്കിൽ യെസ് അടിക്കാം, പറ്റിയില്ലെങ്കിൽ നോ അടിക്കാം. ഓക്കെ, തീർച്ചയായിട്ടും നോ ആണ് എല്ലാവരും അടിക്കുന്നത്. ഓക്കെ, യെസ് ഉണ്ട്. വെരി ഗുഡ്. കുറച്ച് ഫൈൻ. വെരി ഗുഡ്. എന്തായാലും യെസ് 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 യെസ്. ഓക്കെ, ഫോർ സം ടൈം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് വളരെ കറക്റ്റാണ്. ചില സമയത്ത് നമുക്ക് മാറ്റം വരും. അപ്പോൾ ഐഡിയ എന്താന്ന് വെച്ചാൽ, നമുക്ക് ഈ ബ്രെയിനിൽ മാറ്റം വരിക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ഒരു കാര്യം ആലോചിച്ച് നോക്കുക. നമുക്ക് പലപ്പോഴും ഇപ്പോൾ ഈ മൈൻഡ് പവർ ട്രെയിനിങ്ങുകളും അതുപോലെ തന്നെ പലതരത്തിലുള്ള ട്രെയിനിങ്ങുകൾ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. ശരിക്കും ഈ മാറ്റം നമുക്ക് ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് കൊള്ളാം, ഇത് ശരിയാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇത് ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ തലേന്നേ ഇത് പോകും. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് അറിവുകളൊക്കെ എടുത്ത കാര്യമാണെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ തലേന്നേ പോകും, നമ്മളത് മറന്നേ കളയും. അപ്പം നമുക്ക് തത്വത്തിൽ ഈ അറിവുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ഡോക്ടർ ജോ ഡിസ്പെൻസ പറയുന്നത്, നോളജ് ഈസ് ഫോർ ദ മൈൻഡ് ആൻഡ് എക്സ്പീരിയൻസ് ഈസ് ഫോർ ദ ബോഡി എന്ന് പറയുന്നത്. അതായത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇത്ര വർഷമായിട്ട് നിങ്ങളിലുള്ള ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു ദിവസത്തെ പരിശീലനം കൊണ്ട് അല്ലെങ്കിൽ ആ ദിവസം കിട്ടുന്ന അറിവുകൾ കൊണ്ട് മാറും എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? ചിന്തിക്കാൻ കഴിയുമോ നമുക്ക്? നോ അല്ലേ? അത് പാടാണ്. കാരണം നമ്മൾ വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് പറയുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ നിങ്ങളുടെ തലച്ചോറിനെ മാറ്റാമെന്ന്. അപ്പോൾ ഇവിടെ നമുക്കിനി എന്താണ് ഇതിൻ്റെ പോസിബിലിറ്റി എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് മാറണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൻ്റെ പോസിബിലിറ്റി എന്താണെന്ന് നോക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വർഷങ്ങളായിട്ട് നമ്മുടെ കയ്യിലുള്ള ഈ പാറ്റേൺ നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഒന്നെന്ന് പറയുന്നത്, നമുക്ക് മാറണം എന്നുള്ളതിൻ്റെ ഒരു പ്രയോറിറ്റി നമ്മൾ കൊടുക്കണം. പ്രയോറിറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് തിരക്കുകളുണ്ട്, നമുക്ക് ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഒരു ദിവസം രാവിലെ ഉണരുമ്പോൾ മുതൽ നമുക്ക് ഒരു ദിവസം ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യാനുണ്ടാവും. കാരണം നമുക്ക് ഇപ്പോൾ ഇന്ന് നമ്മൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തിങ്കളാഴ്ച നമുക്ക് കൊടുക്കേണ്ട പേയ്മെൻറ്റിൻ്റെ കാര്യം നമ്മുടെ തലയിലുണ്ടാവും. തിങ്കളാഴ്ച ചെയ്യേണ്ട ജോലിയുടെ കാര്യങ്ങൾ നമുക്കുണ്ടാവും. ചില പ്രശ്നങ്ങൾ റിസോൾവ് ചെയ്യേണ്ടതുണ്ടാവാം. ബിസിനസ്സിലെ കാര്യങ്ങളുണ്ടാവാം. സാലറി കൊടുക്കേണ്ട കാര്യങ്ങളുണ്ടാവാം. അപ്പം ഇത്തരം ഒരുപാട് പ്രാക്ടിക്കലി തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ബ്രെയിൻ ഓപ്പൺ ചെയ്യുമ്പം മുതൽ രാവിലെ നമ്മൾ ഉണരുമ്പോൾ മുതൽ നമ്മൾ 1000 ഫയലുമായിട്ടാണ് നമ്മൾ തുറക്കുന്നത് പ്രാക്ടിക്കലി. അപ്പോൾ നമ്മുടെ ഫോൺ തുറക്കുമ്പോൾ തന്നെ ഫോണിനകത്ത് വാട്സപ്പിൻ്റെ മെസ്സേജ് കാണും, ചിലപ്പോൾ പൈസ ചോദിച്ചവർ പൈസ കൊടുക്കാനുള്ളത് കാണും, EMIയുടെ റിമൈൻഡർ കാണും. ഇങ്ങനെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ ആഗ്രഹിച്ചാൽ പോലും നമുക്ക് പറ്റാറില്ല. നമുക്ക് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ ലൈഫിൽ നമുക്ക് ഇന്ന് കറണ്ട് ചാർജ് അടയ്ക്കേണ്ടത് ഇന്ന് അടച്ചില്ലെങ്കിൽ നാളെ അവർ ഫ്യൂസ് വരും, അത് നമുക്കറിയാം. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ലൈഫിൽ ഏറ്റവും എമർജൻസി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ ബ്രെയിൻ വയറ് ചെയ്യുന്നതിനെ കുറിച്ചോ നമുക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ നമുക്ക് മാറ്റാനോ ഒന്നും പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടുന്ന കുറച്ച് ഇടവേളകളിലായിരിക്കും നമ്മൾ എന്തെങ്കിലും യൂട്യൂബ് വീഡിയോസ് കാണുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുസ്തകം വായിക്കുക. നമുക്കൊരു ആ സമയത്ത് ഒരു ആശ്വാസം കിട്ടുമെങ്കിലും നമുക്കൊന്നും നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. ശരിയല്ലേ? ഇത് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ട്? എഗ്രി ചെയ്യുന്നുണ്ട് ഒരു തംസ് അപ്പ് നിങ്ങൾ കൈകൊണ്ടെന്ന് കാണിച്ചാലും മതി. ഓക്കെ, ഇതാണ് നമ്മളിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനൊരു മാറ്റം വരിക എന്ന് പറഞ്ഞാൽ ഒന്നെന്ന് പറയുന്നത്, നമുക്ക് ഈ പാറ്റേൺ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബോഡി ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നത് പോലെ തന്നെ നമുക്കതിന് പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളതാണ്. അതായത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഇതൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പക്ഷേ നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ ഇപ്പം ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ഒരു 2 വർഷം കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒരു 3 മാസം കഴിയുമ്പോഴോ നമുക്ക് വലിയ റിസൾട്ടായിട്ട് ചിലപ്പോൾ നമുക്ക് തരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ദിവസം
ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാവിലെ മുതൽ മൊബൈൽ തുറക്കുമ്പോൾ മുതൽ നിങ്ങൾ അന്നത്തെ ഡെയിലി കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഒരു ദിവസം 16 മിനിറ്റ് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് മാറ്റത്തിനുള്ള ആദ്യ പടിയിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ പറ്റും. പൂർണ്ണമായ മാറ്റമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ മാറ്റത്തിനുള്ള ഒരു തുടക്കം നിങ്ങൾക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഒരു 16 മിനിറ്റ് നിങ്ങൾക്ക് ഒരു ദിവസം പ്രയോറിറ്റി കൊടുക്കാൻ പറ്റുമോ ഈ പറയുന്ന കാര്യങ്ങൾ? അതായത് നിങ്ങളുടെ ഈ പ്രശ്നങ്ങളിലേക്കൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് രാവിലെ ഒരു 7 മിനിറ്റും വൈകിട്ട് ഒരു 9 മിനിറ്റും, നിങ്ങൾക്ക് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് 9 മിനിറ്റ്, രാവിലെ എഴുന്നേറ്റ് നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു 7 മിനിറ്റ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ജീവിതത്തിന്റെ ഈ പാറ്റേൺ മാറ്റാനുള്ള ആദ്യത്തെ ബ്രേക്ക് നിങ്ങൾക്ക് കിട്ടും. അതായത് നിങ്ങളുടെ ദൈനംദിന പ്രവർത്തികൾക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ പറയുന്ന ടോട്ടൽ ഒരു 16 മിനിറ്റ് നിങ്ങൾക്ക് മാറ്റി വെക്കാൻ നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ യെസ് അടിക്കാം, ഇല്ലെങ്കിൽ നോ എന്ന് പറയാം. അതായത് നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ കൈവശത്തിലാണ് ഇരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 16 മിനിറ്റ് ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റത്തിലേക്ക് നിങ്ങളെ നയിക്കാൻ പോകുന്നത്. അപ്പോൾ റൈറ്റ്, യെസ്. അപ്പൊ നിങ്ങൾ ഇനി ഈ ഒരു 16 മിനിറ്റ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു മാറ്റം വരികയാണെങ്കിൽ അത് എന്ത് മാറ്റമായിരിക്കും നിങ്ങൾ വരുന്നതെന്നൊരു ഒരൊറ്റ മിനിറ്റ് കൊണ്ട് നിങ്ങളൊന്ന് ആലോചിക്കുക. ഞാനൊരു ഷോർട്ട് ബ്രേക്ക് എടുക്കുകയാണ്. ഒരൊറ്റ മിനിറ്റ് നിങ്ങളൊന്ന് ആലോചിക്കുക. ഈ ഒരു 16 മിനിറ്റ് ഒരു ദിവസം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് മാറ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ടൈപ്പ് ചെയ്തോളൂ. നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്തോളൂ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് അടുത്ത ഒരു 16 മിനിറ്റ് നിങ്ങൾ മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. മേ ബി നിങ്ങളുടെ സാമ്പത്തികമായിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങൾക്ക് ആലോചിച്ചിട്ട് കിട്ടിയെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്തോളൂ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ചേഞ്ച് ഓഫ് ഫിനാൻഷ്യൽ തെർമോസ്റ്റാറ്റ്. തീർച്ചയായിട്ടും. ചേഞ്ച് ഇൻ റിസൾട്ട്. റൈറ്റ്. ഫിനാൻസ്. യെസ്, തീർച്ചയായിട്ടും. ഈ മാറ്റങ്ങൾ അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ മാറ്റം വരുള്ളൂ. അല്ലാതെ എല്ലാ ദിവസവും നമ്മൾ രാവിലെ പതിവ് പോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഈ സ്ട്രെസ്ഫുൾ ആയിട്ട് തന്നെ എഴുന്നേൽക്കുക, ഒരു 1000 ഫയൽ നമ്മുടെ ബ്രെയിനിൽ തുടർന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അടുത്ത ഒരു 2 വർഷവും 3 വർഷവും ഒക്കെ വളരെ ഫാസ്റ്റായിട്ട് പോകുന്നത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഈ മാറ്റത്തിന് തുടക്കം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ നമ്മളിലേക്ക് വേണ്ടിയിട്ട് ഒരല്പസമയം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. റൈറ്റ്. അപ്പം നിങ്ങൾക്കറിയാം 21 ഡേയ്സ് മാനിഫെസ്റ്റേഷൻ ക്ലബിൻ്റെ റെക്കോർഡഡ് വെർഷൻ നിങ്ങൾ പലരും വാങ്ങിച്ചിട്ടുണ്ട്, നിങ്ങളത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ആശയം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ മാനിഫെസ്റ്റേഷൻ്റെ തന്നെ ധാരാളം സൗജന്യമായിട്ടുള്ള ഫ്രീ വീഡിയോസ് ഒരുപാട്, ഇതിൻ്റെ തന്നെ എല്ലാ വീഡിയോസും ഞാൻ യൂട്യൂബിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ സ്വാഭാവികമായിട്ട് എല്ലാ വീഡിയോസും അവിടെ അവൈലബിൾ ആണ്, ഈ മാനിഫെസ്റ്റേഷനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ. എന്നിരുന്നാലും ആളുകൾ ഫെയിലിയർ ആവുന്ന എന്താണെന്ന് വെച്ചാൽ അവർക്ക് കൃത്യമായിട്ട് ഒരു പർട്ടിക്കുലർ സമയത്തിന് അവർക്ക് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പം അതുകൊണ്ടാണ് ഈ 21 ഡേയ്സ് മാനിഫെസ്റ്റേഷൻ ക്ലബിൻ്റെ ലൈവ് സെഷൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ. ഈ ലൈവ് സെഷൻ എന്ന് പറയുന്നത് എല്ലാ ദിവസവും രാവിലെ, അതായത് ഈ ഒരു സീസൺ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ലൈവ് സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ 7-ാം തീയതിയാണ്. അപ്പോൾ ഇന്ത്യൻ ടൈം 6:20 മുതൽ 7 മണി വരെയാണ് ഈ സമയം. അതായത് 40 മിനിറ്റ് ആണ് എല്ലാ ദിവസവും നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 40 മിനിറ്റ് സ്പെൻഡ് ചെയ്യുമ്പോൾ ഇതിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒന്ന് എന്ന് പറയുന്നത് നിങ്ങൾ ഇതിനകത്ത് കമ്മിറ്റ്മെന്റ് ഫീ അടച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ
നിങ്ങൾക്ക് രാവിലെ ഇതിൽ പങ്കെടുക്കണം എന്നുള്ള ആ ഒരു എനർജി ഉണ്ടാവും. അപ്പോൾ അവിടെ ഒരു ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ഷൻ വരും. രാവിലെ നിങ്ങൾക്ക് ഇപ്പോൾ രാവിലെ 7 മണിക്ക് എഴുന്നേൽക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ താമസിച്ച് എഴുന്നേൽക്കുന്നതായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആണ് അവിടെ ഉണ്ടാവുക. 6:20 നിങ്ങൾ ക്ലാസ് തുടങ്ങും. അപ്പോൾ ഈ 6:20 മുതൽ 7 മണി വരെ എല്ലാ ദിവസവും അടുത്ത 21 ദിവസം നമ്മൾ സംസാരിക്കുന്നത് ഈ ബ്രെയിൻ റീവയറിങ്ങിനെ കുറിച്ച് സംസാരിക്കുകയും ഈ ബ്രെയിൻ റീവയറിങ് നിങ്ങളിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ന്യൂറോപ്ലാസ്റ്റിസിറ്റി, അതായത് ആ ബ്രെയിൻ നിങ്ങളുടെ ഇപ്പോഴത്തെ വയറിങ് മാറാനുള്ള, നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് മാറാനുള്ള തരത്തിലുള്ള പരിശീലനങ്ങളാണ് ഓരോ ദിവസവും അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നിങ്ങൾ ഓൾറെഡി കോഴ്സ് പർച്ചേസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം അതെങ്ങനെയാണ് അതിൻ്റെ ഒരു പാറ്റേൺ വരുന്നതെന്നുള്ളത്. അപ്പോൾ ഇത് ലൈവായിട്ട് നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ നിർബന്ധമായിട്ട് ആ മാനിഫെസ്റ്റേഷൻ്റെ മെഡിറ്റേഷനുകളിലും അതുപോലെ തന്നെ അതിനകത്ത് പറയുന്ന നമ്മളുടെ പാസ്റ്റ് ഇമോഷൻസിനെ ക്ലിയർ ചെയ്യാനുള്ള കാര്യത്തിലും ഒക്കെ ലൈവായിട്ടുള്ള ഇൻറ്ററാക്ഷൻ നിങ്ങൾക്ക് കിട്ടും. അതുമാത്രമല്ല, എന്നിൽ നിന്നും ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ ഗൈഡ് മെന്റർഷിപ്പ് നിങ്ങൾക്കുണ്ടാവും. അതായത് നിങ്ങൾക്കൊരു ഗോൾ സെറ്റിങ്ങിനുള്ള ഒരു ഐഡിയയും കിട്ടും നിങ്ങൾക്ക് കിട്ടാനുള്ള. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ അടുത്ത നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു മാറ്റം വരേണ്ടത് എന്നുള്ളത്. ഉദാഹരണത്തിന് ഇപ്പോൾ സമ്പത്തിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ ബ്രെയിൻ റീവയർ ചെയ്യേണ്ടത് എന്നുള്ളത് അടുത്ത 21 ദിവസം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മാറ്റം സാധിക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതായത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നമ്മൾ ചില സമയത്ത് ചില ഡിസിഷൻസ് ആണ് നമ്മൾ ലോങ് ടൈമിലേക്ക് മാറ്റം വരുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് സാധിക്കുമെന്ന് നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു യെസ് ടൈപ്പ് ചെയ്യാം. യെസ്, യാ. അപ്പം ഞാനിത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാം ഇതിനകത്തൊരു കമ്മിറ്റ്മെന്റ് ഫീസ് ഉണ്ടാവും. കാരണം ഞാൻ എൻ്റെ സമയം ഇതിന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നതാണ്. ഒരു ഫണ്ണി ഫാക്ട് പറയാം. ഈ 21 ഡേയ്സ് മാനിഫെസ്റ്റേഷൻ്റെ ക്ലാസ്സുകളൊക്കെ ഞാൻ ആദ്യകാലത്ത് സൗജന്യമായിട്ട് കൊടുത്തിരുന്നതാണ്. ഈ സൗജന്യമായിട്ട് കൊടുക്കുമ്പോൾ ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ രാവിലെ ആളുകൾ ക്ലാസ്സിൽ വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് വലിയ നിർബന്ധമൊന്നുമില്ല, കാരണം അവർക്ക് കമ്മിറ്റ്മെന്റ് ഇല്ല. അപ്പോൾ കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ആണ് രാവിലെ എഴുന്നേക്കാനായിട്ട് അവർക്കൊരു ഹരം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനൊരു ഫീസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫീസ് ഞാൻ ഇനിയും വർദ്ധിപ്പിക്കാൻ പോവാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ യാത്രയിലൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ക്ലാസ്സുകൾ റെഗുലറായിട്ട് എടുക്കാൻ എനിക്ക് പാടായിരിക്കും. അപ്പോൾ ഇടയ്ക്കൊക്കെയാണ് ഈ ക്ലാസ്സുകൾ എടുക്കാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സീസൺ സെപ്റ്റംബർ 7-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സീസണിൽ നിങ്ങൾ എൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അടുത്ത 21 ദിവസം കൊണ്ട് നിങ്ങളുടെ തലച്ചോറിൽ ഒരു മാറ്റം ഉണ്ടാവാനുള്ള ആദ്യ പടിയാണ് ആക്ച്വലി അതിനകത്ത് സംഭവിക്കുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇതിനകത്ത് ആരെങ്കിലും ഒക്കെ കഴിഞ്ഞ സീസണിന്റെ ലാസ്റ്റ് ഡേയുടെ വീഡിയോ നിങ്ങൾ കണ്ടിരുന്നോ? യൂട്യൂബിൽ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തിരുന്നു. നിങ്ങൾ കണ്ടിരുന്നോ അത്? അതിനകത്ത് ആളുകൾ എന്തൊക്കെയാണ് അവർക്ക് മാറ്റം വന്നിരുന്നത് എന്നുള്ളത് ആ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിരുന്നോ? വിനയ് കൃഷ്ണൻ കണ്ടിരുന്നോ? ഇല്ല ഞാൻ കണ്ടിട്ടില്ല. അത് യൂട്യൂബിൽ ഞാൻ അതൊരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആളുകളുടെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ഈ 21 ദിവസം എൻ്റെ കൂടെ ഇരിക്കുമ്പോഴേക്കും ആളുകൾ അതിനകത്ത് നമ്മൾ ഓരോ ദിവസവും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ വെൽത്തിനെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, സേഫ്റ്റിയാണ് വെൽത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ സമ്പത്തിനെ കുറിച്ച് സംഭവിക്കുമ്പോൾ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളുടെ പേരൻസിൻ്റെ മണി ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മളിലേക്ക് ഇൻഹെറിറ്റ് ചെയ്ത് വരുന്ന ഒരു സാധനമാണ്. കാരണം സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പേരൻസ് പണത്തിനെ കുറിച്ച് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ ചെറുപ്പത്തിൽ വീട്ടിലും ഒക്കെ ഓരോ മാസവും പണം വരുമ്പോഴോ അല്ലെങ്കിൽ പണത്തിൻ്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് ബില്ലുകൾ പേ ചെയ്യുന്നതിനെ കുറിച്ചോ കടത്തെക്കുറിച്ചോ ഒക്കെ കൂടുതൽ സംസാരിച്ച് വന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് നിങ്ങളുടെ മൈൻഡിലൊരു മണി ബ്ലൂ പ്രിന്റ് ചിലപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. അത് ഇമോഷൻസ് ആയിട്ട് നമ്മളുടെ ബോഡിയിൽ കിടക്കുന്നുണ്ടാവും വർഷങ്ങളായിട്ട്. അപ്പോൾ ഈ ഇമോഷൻസിനെ നമ്മൾ ക്ലിയർ ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ നമ്മൾ മുതിർന്നു കഴിയുമ്പോഴും ഈ പേരൻസിൻ്റെ അതേ ഭയം നമ്മളിൽ ഉണ്ടായിട്ടുണ്ടാവും, നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ അങ്ങനെ? പേരൻസിൻ്റെ അതെ, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ഇനി അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു യെസ് ടൈപ്പ് ചെയ്തോളൂ. റൈറ്റ്.
യാ അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് നമുക്കിപ്പോ നമ്മളിപ്പോ മുതിർന്നു, സ്വാഭാവികമായിട്ടും നമ്മുടെ പേരൻസ് ഒരുപക്ഷെ നമുക്ക് ഏറ്റവും നല്ലതൊക്കെ തന്നെ ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക, അവരുടെ കഴിവിന്റെ ഏറ്റവും നല്ലതൊക്കെയാണ് തന്നിട്ടുണ്ടാവുക. പക്ഷെ നമ്മൾ മുതിർന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പോലും അറിയാതെ അവർ നമ്മളിലേക്ക് ആ ഒരു പണത്തിന്റെ പാരമ്പര്യവും നമ്മളിലേക്ക് അറിയാതെ ചിലപ്പോൾ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അത് നമ്മൾ ബോധപൂർവ്വം അതിനെ മാറ്റിയില്ലെങ്കിൽ ഏതാണ്ട് ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പേരൻസിന്റെ ഏതാണ്ട് അതേ സാമ്പത്തിക നിലയൊക്കെ തന്നെ ആയിരിക്കും ഇപ്പോഴും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാവുക, അല്ലെങ്കിൽ അതേ പാറ്റേൺ ആയിരിക്കാം ഒരു പക്ഷെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവുക. പണം വരുന്നു, അത് പോകുന്നു, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും പണത്തിനെ കുറിച്ചുള്ള സമ്മർദ്ദം നിങ്ങളിൽ ഉണ്ടാവുക. അപ്പൊ ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മൾ ചെറുപ്പത്തിലെ ആർജിച്ചെടുത്ത കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിൽ പാറ്റേൺ ആയിട്ട് കിടക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഇത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബ്രെയിനിന്റെ റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്, അതായത് നമ്മൾ എന്താണോ കാണാൻ ആഗ്രഹിക്കുന്നത് അതാണ് എപ്പോഴും നമ്മുടെ ബ്രെയിൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ പണത്തിന് ഇപ്പോൾ ഒരുപക്ഷെ നമ്മളുടെ പേരൻസ് നമ്മളുള്ള കാലത്ത് പണത്തിന്റെ ബുദ്ധിമുട്ടുകളെ പറ്റി നിരന്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബ്രെയിൻ ലോക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഫിൽട്ടർ ചെയ്യുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടിനെ കുറിച്ചാണ്. ഇനി മറ്റൊരു ഫൺ ഫാക്ട് എന്താന്ന് വെച്ചാൽ, ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്കൊരു കംഫർട്ട് തരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം ഈ സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ബ്രെയിനെ സംബന്ധിച്ചിടത്തൊരു കംഫർട്ടാണ്, അതൊരു ആശ്വാസമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കൂ. കാരണം നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നിട്ടില്ല എന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് ധാരാളം പണം വരുന്നു തുടങ്ങുന്നു എന്ന മൊമെന്റിൽ നിങ്ങളുടെ ബ്രെയിൻ ഭയങ്കരമായിട്ട് ഡിസ്കംഫർട്ട് ആവും. കാരണം നിങ്ങളുടെ ബ്രെയിൻ ഫിൽട്ടർ ചെയ്തിരിക്കുന്നത് സമ്പത്തിന്റെ ബുദ്ധിമുട്ടിനെ കുറിച്ചാണ്. ആ ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള വിഷയം എന്ന് പറയുന്നത്. ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഇമോഷൻ എന്ന് പറയുന്നത് ഈ ബുദ്ധിമുട്ടാണ്. അതേസമയം ഇതേ ആള് തന്നെ ധാരാളം പണം വന്നു തുടങ്ങുമ്പോഴത്തേക്കും എഗെയിൻ ഇത് ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം ഇത് ത്രെറ്റ് ആയിട്ട് തോന്നും. അതുപോലെ തന്നെ ബ്രെയിന് വളരെ ഡിസ്കംഫർട്ട് തോന്നും. ആ പണം എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് വരെ നമ്മൾ പോലും അറിയാതെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത് ബ്രെയിനിന്റെ ഒരു റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ശരിക്കും ഈ പണം എന്ന് പറയുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുന്നതാണെന്നും ആ പണം നമ്മളിലേക്ക് ഒഴുകുകയാണ് എന്നും ഒക്കെ അത് സേഫ് ആണെന്ന്, അതായത് ഈ ലാർജ് എമൗണ്ട് ഓഫ് മണി നമ്മുടെ ബ്രെയിനിൽ സേഫ് ആണ് എന്ന് ബൈ ഡിഫോൾട്ട് ആയിട്ട് തോന്നുന്നത് വരെ ഉറപ്പായിട്ടും നിങ്ങളുടെ കയ്യിൽ പണം നിൽക്കില്ല. നിങ്ങളുടെ കയ്യിൽ നിന്ന് മാത്രമല്ല എൻ്റെ കയ്യിൽ നിൽക്കില്ല. അപ്പൊ അത് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബോധപൂർവം ഈ പണത്തെ, അതായത് നമ്മളൊരു വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നത് പോലെയാണ്. അപ്പൊ നമ്മളൊരു വെയിറ്റ് ലിഫ്റ്റ് എടുക്കുമ്പോൾ ആദ്യം നമുക്ക് ചിലപ്പോൾ 5 kg ഡമ്പലായിരിക്കും നമ്മൾ എടുക്കുന്നത്. അത് നമ്മുടെ മസിൽ മെമ്മറിയാണ്. അതിന് നമുക്ക് മസിൽസിന് ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വെയിറ്റ് കൂട്ടി എടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ മസിൽസിന് സ്ട്രെങ്ത് കൂട്ടുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഈ നാഡീ വ്യവസ്ഥയുടെ അല്ലെങ്കിൽ ന്യൂറൽ പാത്വേസിന്റെ സ്ട്രെങ്ത് പണത്തെക്കുറിച്ചുള്ളത് കൂട്ടുക എന്നുള്ളത്. അപ്പൊ അത് കൂട്ടാത്തിടത്തോളം കാലം സ്വാഭാവികമായിട്ടും നമുക്ക് ഈ പേരൻസിൽ നിന്ന് കൈമാറി വന്നിട്ടുള്ള ഈ ഡിഫിക്കൽട്ട് നമുക്ക് ഉണ്ടായിക്കൊണ്ട് തന്നെ ഇരിക്കും. ഇനി ഇതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ്സാണ് ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ, അതായത് നമ്മുടെ ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളൊരു ദിവസം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ റിലാക്സ്ഡ് ആയിരിക്കുമോ? എത്ര ശതമാനമായിരിക്കും നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നത്? എത്ര സമയമായിരിക്കും നിങ്ങൾ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്നത്? ഇപ്പൊ നമ്മളെ പോലും അറിയാതെ നമ്മളെ ബ്രെയിൻ ഒരു 90% സ്ട്രെസ്സായിട്ടാണ് ഇരിക്കുന്നത് എങ്കിൽ നമ്മളുടെ ക്രിയേറ്റീവ് മൈൻഡ് എന്ന് പറയുന്നത് ഷട്ട് ഡൗൺ ആയിരിക്കും. അത് പ്രവർത്തിക്കില്ല. അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ 21 Days മാനിഫെസ്റ്റേഷൻ ക്ലബിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയും. നമ്മുടെ സിമ്പതറ്റിക് നെർവ് സിസ്റ്റവും പാരാസിമ്പതറ്റിക് നെർവ് സിസ്റ്റം എങ്ങനെയാണ് ആക്ടിവേറ്റ് ആവുന്നത്. അപ്പോ നമ്മൾ കൂടുതൽ സമയം സ്ട്രെസ്സാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള നമ്മുടെ ബ്രെയിൻ വർക്കേ ചെയ്യില്ല. അപ്പൊ ക്രിയേറ്റീവ് ആയിട്ടുള്ള ബ്രെയിൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു റിലാക്സ്ഡ് എൻവയോൺമെന്റ് കൊടുത്താൽ മാത്രമാണ് ഇത് വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ ഇത് വർക്ക് ചെയ്യാത്തിടത്തോളം കാലം പിന്നെ നമ്മൾ തുടർന്ന് പോകുന്നത് ഈ സ്ട്രെസ്ഫുൾ ആണ്. അപ്പൊ ആ സമയത്ത് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത് ബീറ്റ വെർഷനിലായിരിക്കും. അതായത് നമ്മുടെ ബ്രെയിനെ ഒരു EEG എന്ന് പറയുന്ന ഒരു മെഷീൻ ഉണ്ട്, ഇലക്ട്രോ എൻസെഫലോഗ്രാം എന്ന് പറയുന്നത്. EEGയുമായിട്ട് നമ്മുടെ ബ്രെയിൻ ഹുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന്റെ വേവ്സിന്റെ ഫ്രീക്വൻസി അറിയാൻ പറ്റും. അപ്പൊ അതിന്റെ ഹൈ ഫ്രീക്വൻസി ബീറ്റയിലായിരിക്കും എപ്പോഴും സ്ട്രെസ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ ഈ 21 Days മാനിഫെസ്റ്റേഷൻ ക്ലബ്ബ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ ഈ ഒരു ഇതിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് പറയുന്ന
എല്ലാ ദിവസവും ചെയ്യേണ്ട ചില പാറ്റേൺസ് ഉണ്ട്. അത് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും പതിയെ നിങ്ങളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഈ ബീറ്റ വേർഷനിൽ നിന്ന് പതുക്കെ ആൽഫ മോഡിലേക്ക് ചേഞ്ച് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് നിങ്ങൾ പതുക്കെ ബ്രെയിൻ എന്ന് പറയുന്നത് റിലാക്സ്ഡ് ആവാൻ തുടങ്ങും. അതുപോലെ തന്നെ നമുക്ക് പതുക്കെ സേഫ് ആയിട്ട് തുടങ്ങും. അതായത് കൂടുതൽ എമൗണ്ട് നമ്മുടെ ബ്രെയിന് സേഫ് ആയിട്ട് തുടങ്ങും. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ ഇത് റിപ്പിറ്റേഷൻ ആണ്. അതായത് ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം റിപ്പിറ്റേഷൻ ആണ് ഇതിന്റെ കീ എന്ന് പറയുന്നത്. അതായത് നമ്മളിൽ പുതിയ ഒരു ന്യൂറൽ പാത്വേ നമ്മളിൽ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ കാര്യം തന്നെ നമ്മൾ ഇതേ എക്സസൈസ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് അത് പെർമനന്റ് ആയിട്ട് മാറുക എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പൊ ഈ ഡ്രൈവിങ്ങിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് 5000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്കതൊരു ഒരു മാറ്റമായിട്ട് തോന്നിയത്. അപ്പൊ ഈ ബ്രെയിനിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചില കാര്യങ്ങൾ ഇമാജിൻ ചെയ്യുന്നതാണോ അതോ ഇത് ആക്ച്വൽ ആണോ എന്ന് നമുക്ക് ബ്രെയിൻ അറിയില്ല. ഇപ്പൊ നിങ്ങളൊരു സിനിമ കാണുമ്പോൾ ആ സിനിമയിലെ ഹീറോയുടെ എല്ലാ ഇമോഷനും നമ്മൾ അറിയാതെ തന്നെ മിറർ ചെയ്യുന്നുണ്ട് നമ്മുടെ ബ്രെയിൻ. നമുക്കറിയാം ഇത് ആക്ച്വൽ അല്ല. അപ്പം നമ്മുടെ ഹീറോയ്ക്ക് ഒരു വലിയ ദുഃഖം വരുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ ഇമോഷണലി ദുഃഖം അനുഭവിക്കും. അതിൽ വളരെ സന്തോഷം അനുഭവിക്കും, നമുക്ക് ആ സന്തോഷം അനുഭവിക്കും. അപ്പം നമ്മൾ അയാളുടെ ശരീരത്തിലൂടെ പോകുന്ന അതേ കെമിക്കൽസ് തന്നെ നമ്മുടെ ബ്രെയിൻ അറിയാതെ നമ്മളിലേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതുപോലെ തന്നെയാണ് നമുക്ക് സമ്പത്ത് ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ഇമോഷൻ ഉണ്ട്. ആ ഇമോഷൻ എന്ന് പറയുന്നതും ഒരു കെമിക്കൽ റഷാണ്. അതുപോലെ തന്നെ നമുക്ക് ധാരാളം പണം വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു കെമിക്കൽ റഷ് ഉണ്ട്. ആ റഷും ഒരു ഇമോഷനാണ്. അപ്പം നമ്മൾ പരിശീലിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ധാരാളം പണം വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ആ കെമിക്കൽ റഷ് എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ബോഡിയെ വീണ്ടും വീണ്ടും പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ ചിന്തിച്ചു തുടങ്ങും, ഇയാൾക്ക് കൂടുതൽ പണം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് എന്ന തരത്തിലേക്ക് അയാളുടെ ബ്രെയിൻ ചിന്തിച്ചു തുടങ്ങും. അങ്ങനെ ചിന്തിച്ച് തുടങ്ങുമ്പോഴാണ് ഇതൊരു യഥാർത്ഥത്തിലുള്ള ഒരു മാറ്റമായി മാറുന്നത്. റൈറ്റ്. അപ്പോൾ ഇതിലേക്കുള്ള ഒരു വഴിയാണ് ഈ 21 ഡേയ്സ് മാനിഫെസ്റ്റേഷൻ ക്ലബ്ബ് എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഈ സെഷനുകളിൽ ഇതിൽ പങ്കെടുത്ത ആൾക്കാരൊക്കെ ഇതിനകത്ത് ഓൾറെഡി ഉണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കുന്നതാണ്. അപ്പം നമ്മൾ എപ്പോഴും ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ബ്രെയിൻ ഇപ്പോൾ അവിടെ ബ്ലോക്ക് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വേണോ അല്ലെങ്കിൽ ഇത് വേണ്ടേ, അല്ലെങ്കിൽ ഇതിനകത്ത് പ്രയോജനം ഉണ്ടാവുമോ, ഞാൻ ഈ കമ്മിറ്റ്മെന്റ് ഫീ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പ്രയോജനം ഉണ്ടാകുമോ. സ്വാഭാവികമായിട്ടും ചിലർക്ക് സാമ്പത്തികമായിട്ട് ശരിയായിരിക്കും, ഈ ഫീസ് അടയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കാം, ഇതൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ ബുദ്ധിമുട്ടുള്ളവരൊന്നും എടുക്കണം, ഈ ക്ലാസ് നിങ്ങൾക്ക് എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത് നിങ്ങളുടെ കംപ്ലീറ്റ് ഡിസിഷനാണ്. ഇത് നിങ്ങൾക്ക് 6 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ മാറ്റത്തിന് ശ്രമിക്കാം, നിങ്ങൾക്ക് 5 വർഷം കഴിഞ്ഞിട്ടും ശ്രമിക്കാം, ഇപ്പോഴും ശ്രമിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഞാനിതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഈ കോഴ്സിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു യെസ് അടിക്കുക. എങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം, എങ്ങനെയാണ് ഈ കോഴ്സിൽ പങ്കെടുക്കേണ്ടതെന്ന് പറയാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു യെസ് അടിച്ചോളൂ. പെട്ടെന്ന് ആയിക്കോട്ടെ. റൈറ്റ്. നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. ഇനിയും ഞാൻ പറയാം. ഇനി അതിന്റെ കമ്മിറ്റ്മെന്റ് ഫീസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ കമ്മിറ്റ്മെന്റ് ഫീസ് എന്ന് പറയുന്നത് ഇനി 25,000 ഞാൻ ഉയർത്താൻ പോകുന്നത്. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ആക്ച്വലി ഞാൻ എന്നെക്കുറിച്ചൊന്ന് പറയാം. ഞാനൊരു എഞ്ചിനീയർ ആണ്. എൻ്റെ പ്രൊഫഷൻ. അതിൽ നിന്നാണ് ഞാൻ ഈ മാനേജ്മെന്റ് അല്ലെങ്കിൽ ട്രെയിനിങ് കൺസൾട്ടിങ്ങിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു മെയിൻ ഏരിയ എന്ന് പറയുന്നത് ബിസിനസ് കൺസൾട്ടിങ് ആണ്. അപ്പോൾ എനിക്ക് ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും ഒക്കെ എനിക്ക് ബിസിനസ് കൺസൾട്ടിങ് ആണ്. അപ്പോൾ ഞാൻ മിക്കവാറും യാത്രയിലായിരിക്കും. അപ്പോൾ ഈ സമയത്താണ്, ഇതിനിടയ്ക്ക് ഒഴിവ് കിട്ടുമ്പോഴാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒഴിവ് കിട്ടുന്ന സമയത്താണ് ഈ 21 ഡേയ്സിൻ്റെ ലൈവ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഈ ലൈവ് ക്ലാസ് എടുക്കുമ്പോൾ എനിക്കുള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, എന്നെയും എനിക്കൊന്ന് അലൈൻമെന്റിലേക്ക് കൊണ്ടുവരാം, എനിക്കും ഒരു ചിട്ട വരും എന്നുള്ളതാണ്. അപ്പോൾ നാട്ടിലായിരിക്കുന്ന സമയത്ത് രാവിലെ എനിക്കൊരു സെഷൻ ഉണ്ടെങ്കിൽ ഞാൻ രാവിലെ അതിനുവേണ്ടി ഞാൻ ഉണരുന്നുണ്ട്, ഞാൻ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ മാറ്റം എനിക്കുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഞാൻ എപ്പോഴും കരുതുന്നത്, വളരെ താല്പര്യമുള്ള ആളുകളാണ് ഇതിനകത്ത് പങ്കെടുക്കേണ്ടത്. അങ്ങനെ പങ്കെടുത്താൽ മാത്രമാണ് നിങ്ങൾക്കും പ്രയോജനം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് പക്ഷേ നിങ്ങളുടെ സമയമാകുമ്പോഴായിരിക്കും നിങ്ങൾ ജോയിൻ ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞത്, ഈ കോഴ്സ് എപ്പോഴും ഞാൻ ഇതിനിപ്പോൾ കഴിഞ്ഞ സീസണിൻ്റെ ഒക്കെ റെക്കോർഡിങ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും റെക്കോർഡിങ്സ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എഫേർട്ട് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റെക്കോർഡിങ്സിലായിരിക്കും ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു സീസൺ ഞാൻ വീണ്ടും കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സീസൺ
ഇതിന്റെ ഫീസ് എന്ന് പറയുന്നത് 12,000 റുപ്പീസ് ആണ് ഇതിന്റെ ഫീസ് എന്ന് പറയുന്നത്. 21 ഡേയ്സ് മാനിഫെസ്റ്റേഷൻ ക്ലബിന്റെ എൻറ്റയർ ഇതിന്റെ ഞാൻ പറയുന്നതിന്റെ കമ്മിറ്റ്മെന്റ് ഫീസ് ആണ്. അപ്പൊ ഈ കമ്മിറ്റ്മെന്റ് ഫീസ് 12,000 എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഈ ഈ ഈ ഫീസ് അല്ലെങ്കിൽ ഈ കമ്മിറ്റ്മെന്റ് ആണ് നിങ്ങൾ ഇതിനകത്തേക്ക് കൊടുക്കുന്നത്. അപ്പൊ ഈ കമ്മിറ്റ്മെന്റ് ആണ് നിങ്ങളെ എല്ലാ ദിവസവും ഇതിലേക്ക് രാവിലെ എഴുന്നേൽപ്പിക്കുന്നതും അതുപോലെ തന്നെ ഇതിനകത്ത് പറയുന്ന എക്സസൈസുകളും പ്രാക്ടീസും ഒക്കെ അടുത്ത 21 ദിവസത്തേക്ക് നിങ്ങൾ ചെയ്യുന്നതും അതിനുശേഷവും നിങ്ങൾക്ക് ഫോളോ അപ്പുകൾ ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് സ്വാഭാവികമായിട്ട് നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് ഇതിൻ്റെ ഈ കോഴ്സിനെ കുറിച്ച് അറിയാം, നിങ്ങളുടെ മൈൻഡ് അതിനകത്തേക്ക് പാകപ്പെട്ടിട്ടുണ്ടാകും സ്വാഭാവികമായിട്ടും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഇപ്പോഴാണ് നിങ്ങളൊരു ഡിസിഷൻ എടുക്കുക. അതായത് എപ്പോഴും നമ്മുടെ ലൈഫിനകത്ത് ക്വിക്കായിട്ടൊരു ഡിസിഷൻ എടുക്കുക. നിങ്ങൾക്കത് കൺവിൻസ് ആയി അല്ലെങ്കിൽ ഇത് പ്രയോജനകരമാകുമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ പറയുന്നത് നിങ്ങൾ ഏറ്റവും പെട്ടെന്ന് ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഇവിടെ വെച്ച് ഡിസിഷൻ എടുക്കുന്നവർക്ക് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അവരൊരു സെപ്പറേറ്റ് ഒരു എക്സ്ക്ലൂസീവ് ഗ്രൂപ്പിലേക്ക് മാറും. ആ ഗ്രൂപ്പിൽ നാളെ മുതൽ, അതായത് തിങ്കളാഴ്ച മുതൽ, ഈ 21 ഡേയ്സ് മാനിഫെസ്റ്റേഷൻ വേറെയാണ്, അതല്ലാതെ തന്നെ വെൽത്ത് ക്രിയേഷനെ കുറിച്ച് വെൽത്ത് റീവയറിംഗ് പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് ഉണ്ട്. അത് ഓൾറെഡി ചെയ്ത കോഴ്സാണ്. ആ കോഴ്സിന്റെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് തിങ്കളാഴ്ച മുതൽ നിങ്ങൾക്ക് അവൈലബിൾ ആവും. അത് ഞാൻ ജസ്റ്റ് ഒരു ബോണസ് ആയിട്ട് പറയുന്നതാണ്, കാരണം നിങ്ങൾക്ക് അത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോഴേക്കും നമ്മൾ സെപ്റ്റംബർ 7 ആകുമ്പോഴത്തേക്കും നിങ്ങൾ റെഡിയാവും, നമുക്ക് ആ സെഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. റൈറ്റ്. അപ്പോൾ നിങ്ങൾ എക്സൈറ്റഡ് ആണ്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾ റെഡി ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ജസ്റ്റ് 3,000 റുപ്പീസ് നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിനകത്തേക്ക് ഇന്ന് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇതിലേക്ക് ഇപ്പം തന്നെ അപർണ ഇതിൽ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യും. അപ്പോൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അപർണയുടെ നമ്പറും അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്തോളൂ. ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റിയ സമയം. ഞാൻ നിങ്ങളെ നിർബന്ധിക്കുകയോ അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്യുകയോ അല്ല ചെയ്യുന്നത്. ഡിസിഷൻ കംപ്ലീറ്റ് നിങ്ങളുടേതാണ്. അപ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞു വന്നതിൽ നിന്ന് നിങ്ങൾക്ക് ഐഡിയ ഉണ്ടായിട്ടുണ്ടാവും എങ്ങനെയാണ് ഒരു മാറ്റം ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ആ മാറ്റം നിങ്ങൾക്ക് പോസിബിൾ ആണ്, അതിനെനിക്ക് സഹായിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ പിന്നെ നിങ്ങൾ തീരുമാനം മാറ്റി വെക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് തന്നെ അപർണ ഇതിൽ ഒന്ന് ഷെയർ ചെയ്തോളൂ, അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്തോളൂ. നമ്മുടെ ഈ ഗ്രൂപ്പിൽ നിന്ന്, ഈ ചാറ്റ് ബോക്സിൽ നിന്ന് ഷെയർ ചെയ്ത്, അതിനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനകത്തേക്ക് നിങ്ങൾക്ക് ഫീ അടച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് അയക്കാം. നിങ്ങൾക്ക് 3,000 നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ മതി. 3,000 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൺഡേ മുതൽ നിങ്ങൾക്ക് ഇതിൻ്റെ വെൽത്ത് റീവയറിംഗ് പ്രൊജക്റ്റിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് തുടങ്ങാമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എക്സൈറ്റഡ് ആണോ? എന്താണ് അവസ്ഥ? അതോ എന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഇതേക്കുറിച്ച്? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്നോട് സംസാരിക്കാം ഇപ്പോൾ. യെസ്, സന്ദീപ്. യെസ്. സംശയങ്ങളില്ല സാറേ. ഞാൻ മറ്റേ പർച്ചേസ് ചെയ്ത കോഴ്സ് കുറെ കേട്ടതാണ്. അത് ശരിക്കും ചേഞ്ചസ് എനിക്ക് ഫീൽ ചെയ്തതാണ്. ഓക്കെ. ഇപ്പോ അത് ഞാനൊരു ഫിനാൻഷ്യൽ ഇപ്പോ എടുക്കാനായിട്ട് ഇപ്പൊ സാഹചര്യം ഇല്ല. ഓക്കെ. അതെല്ലാം കംപ്ലീറ്റ്ലി നോ പ്രോബ്ലം. നിങ്ങൾക്ക് പക്ഷെ ഇതിന്റെ പ്രയോജനം ഉണ്ടായോ ഇല്ലയോ എന്നുള്ളതാണ് എനിക്ക് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട. ഞാൻ ആ കോഴ്സ് പർച്ചേസ് ചെയ്തത് ആ ഒരു എന്താ പറയുക നല്ല ചാലഞ്ചസിലൂടെ പോകുന്ന സമയത്തായിരുന്നു. അതിൽ പറഞ്ഞ കുറെ കാര്യങ്ങൾ ഞാൻ പ്രാക്ടീസ് ചെയ്തു. ഇപ്പൊ അതിൽ നിന്ന് കുറെ ബെറ്റർ ആയി. ഓക്കെ, ഷുവർ, ഉറപ്പായിട്ടും നല്ല മാറ്റം ഉണ്ട്. വെരി ഗുഡ്. എന്നോട് ആരോട് ചോദിച്ചിട്ടുണ്ട്. ആക്ച്വലി കോഴ്സ് ഫീ 12,000 ആണ്. അതിൻ്റെ ഇപ്പം നിങ്ങളൊരു കമ്മിറ്റ്മെന്റ് ഫീസ് ആണ് 3,000 ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഇന്ന് ചെയ്യുന്നവർക്ക് ആണ് ഞാൻ പറഞ്ഞത്. തിങ്കളാഴ്ച മുതൽ നിങ്ങൾക്ക് പുതിയ ഒരു വെൽത്ത് റീവയറിംഗ് പ്രൊജക്ട് എന്ന് പറയുന്ന ഒരു കോഴ്സ് കൂടെ നിങ്ങൾക്ക് അതിനകത്ത് ഫ്രീ ആയിട്ട് കിട്ടിത്തുടങ്ങും. മാത്രമല്ല 7th നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഞാനുമായിട്ടൊരു 1-on-1 സെഷൻ ഉണ്ടാവും ഗോൾ സെറ്റിങ്ങിന്. യെസ്, അനീഷ് അരവിന്ദ്. യെസ്, പറയൂ. ഈ 21 ഡേയ്സ് കോഴ്സ് എടുത്തിരുന്നോ? അതെ, ഞാൻ ഓൺലൈൻ റെക്കോർഡിംഗ് എടുത്തിരുന്നു. ഓക്കെ. റൈറ്റ്. ലാസ്റ്റ് 3 ഫോളോ അപ്പ് സെക്ഷൻ അറ്റൻഡ് ചെയ്തതിലൂടെ ഞാൻ ലൈഫിൽ ഇതുവരെ അച്ചീവ് ചെയ്യാൻ പറ്റാത്ത, അതായത് എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് എനിക്ക് രാവിലെ എണീക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം ലാസ്റ്റ് ഈ 3 സെഷൻ അറ്റൻഡ് ചെയ്തതോടുകൂടി ഞാൻ അതിനു വേണ്ടി ട്രൈ ചെയ്തു. അപ്പം ഫസ്റ്റ് ഡേ ഞാൻ ഓൾമോസ്റ്റ് 6 o'clock ഓട്ടോമാറ്റിക് എണീച്ചു.
ഓക്കെ. സെക്കൻഡ് ഡേയിൽ ഞാൻ 2 o'clock എണീച്ചു. പക്ഷേ ഞാൻ വിചാരിച്ചു അത് 6 o'clock ആണെന്ന്. പക്ഷേ വീണ്ടും ഞാൻ ഉറങ്ങി. വീണ്ടും 4 മണി എനിക്ക് എണീച്ചു. പിന്നെ 6 മണിക്ക് ഓക്കെ. എണീച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ബ്രെയിൻ റെസിസ്റ്റ് ചെയ്യുവാണെന്ന് മനസ്സിലായി. പക്ഷെ അന്ന് ഞാൻ 6:30ക്ക് എണീച്ചിട്ടു. ഓക്കെ. അപ്പോൾ ലാസ്റ്റ് 2 വീക്സിൽ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് 6 to 6:30ക്ക് ഓട്ടോമാറ്റിക് എണീക്കുന്നുണ്ട്. യാ, അപ്പോൾ ഞാനും വെരി ഗുഡ്, എനിക്ക് വെരി ഗുഡ്. അപ്പൊ എന്തായാലും ഈ ഒരു 3 ക്ലാസ് കൊണ്ട് തന്നെ അങ്ങനെ ഒരു നമുക്ക് ബ്രെയിനിലേക്ക് അങ്ങനെ മാറ്റാൻ വരുത്തി. വെരി ഗുഡ്. അത് എനിക്ക് വളരെ സന്തോഷം അത് കേട്ടിട്ട്. യാ, ഓക്കെ. റൈറ്റ്. അപ്പൊ ഇതിനകത്ത് അപർണയുടെ ഫോൺ നമ്പർ എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ഉണ്ടെന്ന് തോന്നുന്നു. അപർണ ഫോൺ നമ്പർ ഒന്ന് ഷെയർ ചെയ്തോളൂ. നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഇനി ഈ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള പേയ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപർണ അടുത്ത് ചോദിച്ചാൽ മതി. അപർണ അതിന് ഹെൽപ്പ് ചെയ്യും. റൈറ്റ്, ഓക്കെ. അപ്പോൾ ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ലക്ഷ്മി മേനോൻ, ക്ലിയർ ആണോ? പറഞ്ഞത് ക്ലിയർ ആയോ? ക്ലിയർ ആണ് സർ. ഞാൻ സാറിന്റെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഞാൻ ഓൾറെഡി എനിക്ക് ജിപേ ലിങ്കിൽ വന്നത് 1600 സംതിങ് അടയ്ക്കണം. അത് ഞാൻ അതെ. തന്നെ ആ ജിപേ അടച്ചിരുന്നു. അപ്പോ ആ അവർ ഓക്കെ. തന്നെ വിളിച്ചിരുന്നു. ഓക്കെ ഓക്കെ. അപ്പോഴാണ് ഇന്നത്തെ ക്ലാസിന്റെ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞത്. ഓക്കെ ഓക്കെ ഓക്കെ. യാ യാ യാ. ഓൾ റൈറ്റ്, ഓൾ റൈറ്റ്, ഓൾ റൈറ്റ്. ഓക്കെ. അപ്പം ലൈവ് ഇനി പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ അപർണ അടുത്ത് പറഞ്ഞാൽ മതി. അപർണ അതിന് അസിസ്റ്റ് ചെയ്യും. റൈറ്റ്, റൈറ്റ്. ഓക്കെ, റൈറ്റ്. ഓക്കെ. ജോസഫ് ക്ലിയർ ആണോ? ജോസഫ് ക്ലിയർ ആണ്. ഓക്കെ. ജോസഫ് എവിടെ നിന്നാണ്? ഞാൻ ആലപ്പുഴ. ആലപ്പുഴ. ഓക്കെ ഓക്കെ. ജോസഫിന് എന്താണ് ഇതിനകത്തുനിന്ന് ഒരു ഇൻസൈറ്റ് കിട്ടിയത് ഇതുവരെ ക്ലാസ്സിൽ പങ്കെടുത്തതിൽ? ഞാൻ ഇതേപോലെ കുറെ ബുക്സുകൾ വായിച്ചിട്ടുണ്ട്. അതിന്റെ കുറച്ച് അങ്ങനത്തെ അറിവ് മാത്രമേ ഉള്ളൂ. പക്ഷേ ആയിട്ട് പങ്കെടുത്തിട്ടില്ല. ഓക്കെ, റൈറ്റ് റൈറ്റ് റൈറ്റ്. ഓക്കെ, യെസ്. ഹലോ. ഹായ് ആശ. ആശ എന്തോ പറയാൻ വരികയാണോ? പിന്നെ നമ്മളിപ്പോ ഞാനൊരു ഇത് ചെയ്തോണ്ടിരുന്നായിരുന്നു. ഞാൻ ഇടയ്ക്ക് വെച്ച് എനിക്ക് കൺസിസ്റ്റൻസി കിട്ടാത്തതുകൊണ്ട് അത് അവിടെ സ്റ്റോപ്പ് ചെയ്ത്. പിന്നെ ഓക്കെ തൊട്ട് ഒന്നിനാ ഒരു താല്പര്യം. ഓക്കെ. അപ്പൊ ഇനി ലൈവിൽ പങ്കെടുത്താൽ താല്പര്യം ഉണ്ടാകുമോ? എന്തോ? ലൈവില് പങ്കെടുത്താൽ താല്പര്യം ഉണ്ടാകുമോ? താല്പര്യം ഉണ്ടാവും. ഓക്കെ. അപ്പൊ അപർണയായിട്ട് പറഞ്ഞോളൂ. ഇപ്പൊ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്തപ്പോഴത്തേനും മറ്റു കാര്യങ്ങൾ ചെയ്യാൻ കേട്ടില്ല. ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്തപ്പോഴേക്കും പറ്റില്ല. കേട്ടില്ല. എന്താണ് കേട്ടില്ല? എന്താണ്? അപർണ ആശ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? അത് എനിക്ക് മാത്രമാണോ എനിക്ക് ക്ലിയർ ആവാത്തത്? അതോ ക്ലിയർ അല്ല കേൾക്കുന്നത്? ക്ലിയർ അല്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപർണ അല്ല, ആശ പറയുന്നത് ക്ലിയർ അല്ല കേട്ടോ. ഒന്നുകൂടെ അത് പറയോ? ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം സ്റ്റോപ്പ് ആയി പോയപ്പോഴത്തേന് എനിക്ക് ഈ മറ്റു കാര്യങ്ങളിൽ ചെയ്യാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ടൊരു റുട്ടീൻ ഇല്ലാതെ പോകുന്ന കണക്ക് എനിക്ക് തോന്നുന്നുണ്ട് ലൈഫില്. എന്നുവെച്ചാൽ ആരോടും ഒരു ഇന്ററാക്ഷനോ ഒന്നും പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഓൾറൈറ്റ്, ഓൾറൈറ്റ്. അപ്പൊ ഈ ലൈവിൽ പങ്കെടുത്താൽ പ്രയോജനം ഉണ്ടാവും തോന്നുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. തോന്നുന്നുണ്ട്. ഓക്കെ. അപ്പം അപർണയായിട്ട് കണക്ട് ചെയ്തോളൂ. അപർണ ഹെൽപ്പ് ചെയ്യും അതിന് വേണ്ടിയിട്ട്. യെസ്, റൈറ്റ്. ഓക്കെ ആശ. റൈറ്റ്. ഇനി ആരാണ്? യെസ്, ജ്യോതി ശങ്കർ സംസാരിക്കാൻ പറ്റുമോ? യാ. ഞാൻ നേരത്തെ പർച്ചേസ് ചെയ്തിരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് കംപ്ലീറ്റ് വീഡിയോ കാണുന്നതിന് മുമ്പ് സമയം കിട്ടിയില്ല. അപ്പോഴത്തേക്ക് തീർന്നു പോയായിരുന്നു. എന്റെ എക്സ്പയർഡ് ആയി പോയായിരുന്നു. കോഴ്സിൽ പങ്കെടുത്താൽ എനിക്ക് ലൈവ് ക്ലാസ്സിൽ പങ്കെടുത്താൽ നല്ല ഫലം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഉടനെ ചേരാൻ എനിക്ക് പറ്റാത്തൊരു സാഹചര്യമാണ്. അതുപോലെ ഭാവിയിൽ ഞാൻ ചേരണമെന്ന് തന്നെ വിചാരിക്കും. റൈറ്റ് റൈറ്റ്. ഇപ്പൊ എന്തായാലും അപർണയായിട്ട് സംസാരിച്ചോളൂ. യെസ്, റൈറ്റ്. അപ്പോ നമുക്ക് ഒരു കാര്യം കൂടെ എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ ചേഞ്ച് എന്ന് പറയുന്നത് ആക്ച്വലി സംഭവിക്കുന്നത് നമ്മൾ മനസ്സിന് കൊടുക്കുന്ന ഇൻപുട്ടിലൂടെ അല്ല. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും മനസ്സിൽ കൂടിയാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. പക്ഷേ നമ്മളെപ്പോഴും
ഈ 21 ഡേയ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നത് ആക്ച്വലി നമ്മുടെ ബോഡി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. സാധാരണ നമ്മളെപ്പോഴും നമുക്ക് ഓവർ തിങ്കിങ് വരും, നമുക്ക് പല ഡിസിഷൻ എടുക്കുമ്പോഴൊക്കെ നമ്മളെപ്പോഴും കൺഫ്യൂസ്ഡ് ആവും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ എപ്പോഴും നമ്മളിങ്ങനെ എന്താണ് ഇങ്ങനെ എൻ്റെ മനസ്സിങ്ങനെ തോന്നിപ്പിക്കുന്നത് എന്ന് പലപ്പോഴും പറയുമ്പോൾ നമുക്ക് മനസ്സിനെ പലപ്പോഴും പിടിച്ചാൽ കിട്ടാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ 21 ഡേയ്സിൽ നമ്മളെപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മളുടെ ശരീരത്തിലൂടെയാണ് നമ്മളെപ്പോഴും മനസ്സിനെ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പം അത് ശരീരമാണ് ആക്ച്വലി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. അപ്പം 95% നമ്മുടെ തീരുമാനങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ തീരുമാനങ്ങളെ നിയന്ത്രിക്കുന്നത് നമ്മളുടെ ശരീരമാണ് ശരിക്കും. അപ്പം ആ ശരീരത്തെയാണ് നമ്മൾ മെരുക്കിയെടുക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള 21 ദിവസത്തെ പ്രോഗ്രാം നിങ്ങൾക്ക് പ്രയോജനകരമാകുമെന്ന് കരുതുന്നത്. റൈറ്റ്. അപ്പോൾ എല്ലാവർക്കും ഇത് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഞാൻ ഈ ഗ്രൂപ്പുകളിൽ എല്ലാ ദിവസവും അപ്ഡേറ്റ്സ് ഇടുന്നതായിരിക്കും. എല്ലാ ദിവസവും ഇൻസ്പയർ ചെയ്യുന്ന വോയിസ് നിങ്ങൾ ഇടുന്നതായിരിക്കും. കാരണം നിങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ പലരും എന്നോട് പറഞ്ഞു അങ്ങനെ ഒരു വോയിസ് ഇട്ട് കഴിഞ്ഞാൽ അന്നത്തെ ദിവസത്തിന് ഒരു ഡയറക്ഷൻ കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും കീപ്പ് ഇൻ ടച്ച്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുന്നു. ഗുഡ് നൈറ്റ്. താങ്ക് യു ഓൾ. Thank you. താങ്ക് യു.